نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തൗഫീഖ് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു റമദാൻ കൂടി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ട ഒരു അനുഗ്രഹമാണ്. റമദാൻ മാസം എന്ന് പറയുന്നത് അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ള മറ്റ് 12 മാസങ്ങളെക്കാളും ധാരാളം ഫضل ശ്രേഷ്ഠത നൽകിയിട്ടുള്ള മാസമാണ്. ഈ മാസത്തിൽ എങ്ങനെയായിരിക്കണം ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത്, നമ്മൾ എങ്ങനെയായിരിക്കണം ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റമദാനും സലഫു സാലിഹ്യങ്ങൾ റമദാൻ മാസം എങ്ങനെയായിരുന്നു ചെലവഴിച്ചിരുന്നത്, അതാണ് നമ്മുടെ വിഷയം. അതിനു മുമ്പായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൽമിന്റെ സദസ്സുകളിൽ ദീൻ പഠിക്കുന്ന സദസ്സുകളിൽ ഇരിക്കാൻ ചില അദബുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിലേക്ക് 3 ആളുകൾ കടന്നു വന്ന ഹദീസ് നിങ്ങൾ കേട്ടിരിക്കും. അതിലൊന്നാമത്തെ ആള് സദസ്സിൽ ഏറ്റവും മുന്നിലേക്ക് വന്നിരുന്നു. ഒരു ചെറിയ വടവ് കണ്ടു, അവിടെ വന്നിരുന്നു. രണ്ടാമത്തെ ആള് കുറച്ച് പിന്നില് മാറി ബാക്കിൽ. മൂന്നാമത്തെ ആള് തിരിഞ്ഞുപോയി. ഹദീസുകളൊക്കെ കേട്ടിരിക്കും. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഈ ഹദീസ് എന്ത് മനസ്സിലാക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സഹാബത്ത് ഇരുന്നത് വളരെ അടുത്തായിരുന്നു. കാരണം അതിലൊന്നാമത്തെ ആളെ കുറിച്ച് പറഞ്ഞത് വജദ ഫുർജതൻ, ഒരു ചെറിയ വിടവ് കണ്ടു, അവിടെ പോയിരുന്നു. അപ്പോ വിടവ് സാധാരണ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഒരു വിടവ് കണ്ടപ്പോ അവിടെ ഇരുന്നത്. വേറൊരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്ര പോയി. യാത്രയിൽ ഒരു സ്ഥലത്ത് അവര് തങ്ങി. ഇപ്പൊ നമുക്കറിയാം, മരുഭൂമിയിൽ വിശാലമായ സ്ഥലമാണ്. നമ്മുടെ പള്ളിയെക്കാളും ഏത് സ്ഥാപനത്തെക്കാളും വിശാലമായ മരുഭൂമിയാണ്. അങ്ങനെ ഓരോരുത്തർ ഓരോ ഭാഗത്ത് പോയിരുന്നു. അവിടെ ഒരു ഇൽമിന്റെ സദസ്സല്ല, ഒരു ഇബാദത്തല്ല, വെറുതെ വിശ്രമിക്കുക. അപ്പോൾ പോലും ആളുകൾ തമ്മിൽ അകന്നിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്ന തഫറുഖകും ഹാദാ, നിങ്ങളുടെ ഈ ഭിന്നിപ്പ്, നിങ്ങൾ ഇങ്ങനെ അകന്നിരിക്കുക എന്നുള്ളത് മിനശ്ശൈത്താൻ, പിശാചിൽ നിന്നുള്ളതാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയുന്നു, അതിനുശേഷം പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും യാത്രയിൽ ഇറങ്ങിയാൽ പരസ്പരം ഒട്ടിയിട്ടായിരുന്നു, പരസ്പരം തൊട്ടുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇരിക്കാറുള്ളത്. നമുക്കറിയാം, നമസ്കാരത്തിൽ സഫ് നിൽക്കുമ്പോ സഫ് ചേർക്കാൻ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ലാ തദഉ ഫുർജാത്തിൻ ലിശൈത്താൻ, ശൈത്താനെ നിങ്ങൾ വിടവുണ്ടാക്കരുത്. അതുപോലെ ലാ തഖ്തലിഫു ഫതഖ്തലിഫു ഖുലൂബുകും, നിങ്ങൾ അകന്നിരുന്നാൽ നിങ്ങളുടെ ഖൽബുകൾ തമ്മിൽ അകൽച്ച ഉണ്ടാകും. ഈ അടുത്തിരിക്കുക എന്നുള്ളതിന്റെ പേരിൽ ഒരു ഹിക്മത്തുണ്ട്. അതെന്താണ്? മനസ്സുകൾ തമ്മിൽ ഐക്യം ഉണ്ടാകും, യോജിപ്പുണ്ടാകും. അപ്പോൾ ഇൽമിന്റെ സദസ്സുകളിൽ അത് പഠിപ്പിക്കുന്നത് ആരായിരുന്നാലും, ഏത് ചെറിയ കുട്ടിയായിരുന്നാലും ആ പറയുന്ന ഇൽമിനെയാണ് നമ്മൾ ബഹുമാനിക്കും. അള്ളാഹുവിന്റെ കലാമിനെയാണ് നമ്മൾ ബഹുമാനിക്കും. ആ സദസ്സുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ഈ അദബ് നമ്മൾ പാലിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസ് നിങ്ങൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പഠിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആ ഹദീസിൽ ജിബ്രീൽ ഇരുന്ന രൂപം എങ്ങനെയാണ് പറയുന്നത്? ഫജലസ ഇലൈഹി വഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി വവളഅ കഫൈഹി അലാ ഫഖദൈഹി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് തന്റെ മുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടും ചേർത്ത് വെച്ചു. തന്റെ കൈകൾ തുടയിൽ വെച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തട്ടിയിട്ടാണ് ഇരുന്നത്. അത്ര അടുത്തായിരുന്നു പഠിപ്പിക്കുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോ അത് നമ്മൾ ഏത് സദസ്സിലാണെങ്കിലും, ഇവിടെ മാത്രമല്ല. നമുക്ക് ജുമയുടെ കാര്യം അറിയാം. ജുമയില് വിശ്വാസം പറഞ്ഞ ചില ആളുകൾ ജുമക്ക് വൈകിക്കൊണ്ടിരിക്കും. ഇമാമിന്റെ അടുത്തിരിക്കാതെ പിന്നിലായിരിക്കും. അവസാനം അങ്ങനെ ഇരിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വൈകും. അതുപോലെ മറ്റൊരു ഹദീസിലെ ജുമയുടെ ഫളലിനെ കുറിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ഫളൽ കിട്ടാനുള്ള നിബന്ധനകളായിട്ട് എണ്ണിയ കൂട്ടത്തിൽ വദനാ മിനൽ ഇമാമിന്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറയുന്നു. അത് നമുക്ക് ഖൈറിനോട് താല്പര്യമുണ്ട് എന്ന് കാണിക്കുന്ന കാര്യമാണ്. നല്ല കാര്യങ്ങളുടെ സദസ്സുകളിൽ മുന്നോട്ട് വന്നിരിക്കുക എന്നുള്ളത്.
നേരത്തെ പറഞ്ഞ ഹദീസിൽ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, 3 പേരുടെ ഹദീസ്. അത് രണ്ടാമത്തെ ആള് അയാൾ നാണിച്ചു. അയാൾ അഹങ്കാരം കൊണ്ടല്ല മുന്നോട്ട് വരാതിരുന്നത്. അയാൾക്ക് മുന്നിൽ വന്നിരിക്കാനൊരു നാണം. അള്ളാഹും അയാളുടെ കാര്യത്തിൽ നാണിച്ചു. അയാൾക്ക് അള്ളാഹു അത്രയും ഖൈർ കൊടുക്കുകയുള്ളൂ. അയാളുടെ സ്ഥാനം അള്ളാഹു കുറച്ചു. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കും. അടുത്തതായി പറയാനുള്ളത് നമ്മുടെ വിഷയം റമദാനിൽ എങ്ങനെയായിരുന്നു സലഫു സാലിഹ്യങ്ങൾ ജീവിച്ചിരുന്നത് എന്നതാണ്. ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏതൊരു ഇബാദത്തിന്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും സലഫു സാലിഹ്യങ്ങളുടെ മാതൃക എന്താണ് എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ കാരണം നമുക്കറിയാം സ്വർഗമുണ്ട് എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളുകളാണ് സലഫുകൾ, സഹാബത്ത്. സലഫുകൾ എന്ന് പറയുമ്പോൾ സഹാബത്താണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം താബിഈങ്ങൾ, അത്ബാഉ താബിഈൻ, ഈ 3 തലമുറയാണ് നമ്മൾ സലഫു സാലിഹ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ വാഖിഅയിൽ സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോ സ്വർഗത്തിൽ 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള മുഖറബീങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അതിന് താഴെയുള്ള അസ്ഹാബുൽ യമീൻ, ഇങ്ങനെ 2 വിഭാഗം ഉണ്ടാകും, 2 ദർജ ഉണ്ടാകും എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കൂട്ടർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സുഖങ്ങൾ ഉണ്ടാവുക, ഏറ്റവും വലിയ കറാമത്ത്, ആദരവ് അല്ലാഹു നൽകുക. അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് സുല്ലത്തുൻ മിനൽ അവ്വലീന വഖലീലുൻ മിനൽ ആഖിരീൻ. മുൻഗാമികളിൽപ്പെട്ട ഒരു വലിയ വിഭാഗവും പിൻഗാമികളിൽപ്പെട്ട ചെറിയൊരു വിഭാഗവും. അപ്പൊ സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം കിട്ടുന്ന ആളുകളാണ് സലഫു സാലിഹ്. അപ്പൊ സലഫുകളോട് ഒരാൾക്ക് ബഹുമാനവും അവരുടെ മാതൃക എന്താണെന്ന് അറിയാൻ ആഗ്രഹമൊക്കെ ഉണ്ടാകണമെങ്കിൽ സ്വർഗം ലക്ഷ്യമൊക്കെ നാളായിരിക്കും. താൻ ജീവിക്കുന്നത് മരണശേഷമുള്ള സ്വർഗത്തിന് വേണ്ടിയാണ് എന്ന ചിന്തയുള്ള ആളാണെങ്കിൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവും. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില ഇമാമികൾ പറഞ്ഞത് ഒരു തല ചൊറിയുന്ന കാര്യത്തിൽ സലഫുകളുടെ ഒരു അസർ, അവരുടെ ഒരു വാക്ക്, അതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ തല ചൊറിയുകയില്ല എന്ന് നീ തീരുമാനിക്കുകയാണെങ്കിൽ, അതായത് തല എങ്ങനെ ചൊറിയേണ്ടത് എന്ന് ആരെങ്കിലും സഹാബത്തോ താബിഈങ്ങളോ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ മാത്രമുള്ള താല്പര്യം നീ കാണിച്ചാൽ അത്രയും കാണിച്ചുകൊള്ളുക. കാരണം എന്താണ് സ്വർഗത്തോട് അത്രയും ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. നേരെ മറിച്ച് മറ്റുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ അല്ലാഹു തആല മുഅ്മിനീങ്ങളെയും കാഫിരീങ്ങളെയും കുറിച്ച് പറഞ്ഞല്ലോ വല്ലദീന ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വല്ലദീന കഫറു, കാഫിറുകളുടെ സ്വഭാവം എന്താണ്? യതമത്തഊന, അവർ ദുനിയാവിൽ ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കും. വയഅകുലൂൻ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. കമാ തഅകുലുൽ അൻആം, കന്നുകാലികൾ തിന്നുന്നത് പോലെ. എന്നിട്ട് എന്താണ് സംഭവിക്കാനിരിക്കുന്നത്? വന്നാറു മസ്വൽ ലഹും, നരകമാണ് അവരുടെ സങ്കേതം. അപ്പൊ ഇങ്ങനെ സ്വർഗ്ഗത്തെ ബോധമില്ലാതെ കാഫിറുകളുടെ സിഫത്തായ അവരുടെ സ്വഭാവമായ ഭൗതിക സുഖങ്ങൾ മാത്രം ചിന്തിച്ച് അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ഗഫലത്തിന്റെ ജീവിതമാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല. കാരണം അത് നമ്മുടെ വിഷയമല്ല. നേരെ മറിച്ച് ഒരാൾ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകണം എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ ഈ മാർഗത്തിൽ വിജയിച്ച ആളുകളാണ് സലഫുകൾ. അവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും, പഠിക്കും. അവരുടെ നോമ്പ് എങ്ങനെയായിരുന്നു, അവരുടെ നമസ്കാരം എങ്ങനെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇതേ വർഗത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകളെ അനുകരിക്കുക എന്നുള്ളത്. അനുകരണം എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതത്തിന്റെ ഭാഗമാണ്. അമ്പിയാക്കൾ വരെ അതിൽ ഒഴിവല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിലൂടെ നിരവധി അമ്പിയാക്കൾ, മുൻഗാമികളായ നബിമാരുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു വകദാലിക നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ, മുമ്പ് കഴിഞ്ഞു പോയ മുർസലീങ്ങളുടെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു. എന്തിനു വേണ്ടി? ലിനുസബ്ബിത ബിഹി ഫുആദൻ, നിന്റെ മനസ്സ് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി. കാരണം പരലോകത്തേക്കുള്ള മാർഗം എന്ന് പറയുന്നത് ദുർഘടമായ മാർഗമാണ്. ഇതിൽ നിന്ന് നമ്മെ ഇടത്തോട്ടും വലത്തോട്ടും പിടിച്ചു വലിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് ശക്തികളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വര വരച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു ഹാദാ ഹുവ സബീൽ, ഇതാണ് സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം. വഅലാ ജംബതൈ സിറാത്തി, ഈ മാർഗത്തിന്റെ 2 വശത്തുമുണ്ട് ശൈത്താൻ, പിശാചുക്കളുണ്ട്. യദ്ഊന ഇലൈഹി, വഅലാ ജംബതൈ സിറാത്തി സുബുലുൻ വഅലാ റഅസി കുല്ലി സബീലിൻ ശൈത്താനുൻ യദ്ഊ ഇലൈഹി. ഈ നേർമാർഗത്തിന്റെ 2 ഭാഗത്തും പിഴപ്പിക്കുന്ന മാർഗങ്ങളുണ്ട്. അതിന്റെ ഓരോ മാർഗത്തിന്റെയും തലക്കൽ ഒരു പിശാചുണ്ട്, അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വഴികേടുകളിൽ നിന്ന് രക്ഷപ്പെട്ട്, ശഹവത്തുകളിൽ നിന്നും ശുഭത്തുകളിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് അടുക്കണമെങ്കിൽ വളരെ പ്രയാസമുണ്ട്. ആ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു മാർഗമാണ്
ആ മാർഗത്തിൽ മുന്നേറി വിജയിച്ച ആളുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അത് അല്ലാഹു അവന്റെ റസൂലിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. മുമ്പ് കഴിഞ്ഞു പോയ റസൂലുമാരുടെ ചരിത്രം പറഞ്ഞു തരുന്നത് നിന്റെ മനസ്സ് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി. ആലോചിച്ച് നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എത്രമാത്രം മനസ്സിന് ഉറപ്പുള്ളയാളാണ്, എത്രമാത്രം ഭൗതിക വിരക്തിയുള്ളയാളാണ്, എത്രമാത്രം ആഖിറത്തിന്റെ ചിന്തയുള്ളയാളാണ്. എന്നിട്ടും അല്ലാഹു മുമ്പ് കഴിഞ്ഞ നബിമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കുറെ നബിമാരുടെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹു, അല്ലാഹു തആല ഹിദായത്ത് നൽകിയിട്ടുള്ളവരാണ് ഇവർ. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ മാർഗ്ഗം നീ പിന്തുടരുക. ഇതാണ് റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. ഉലുൽ അസ്മിൽപ്പെട്ട 5 മുർസലീങ്ങൾ, 5 നബിമാർ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആളുകൾ, അവരെ പോലെ നീ ക്ഷമിക്കുക. അവരിൽ ഒരാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ആലോചിച്ച് നോക്കി, 5 ആള് ആരൊക്കെയാണ്? നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പേർ, ഇതിൽ ഏറ്റവും ഉത്തമനാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുത്തോട് പറയുകയാണ് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസൂൽ. മറ്റുള്ള ഈ ഉലുൽ അസ്മിൽപ്പെട്ട അമ്പിയാക്കളെ പോലെ നീ ക്ഷമിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻഗാമികളെ കുറിച്ച്, സ്വാലിഹീങ്ങളായ സലഫിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അതുപോലെ അല്ലാഹു തആല അഹ്ലുൽ കിതാബിനോട് പറഞ്ഞു ഫൈൻ ആമനു. സൂറത്തുൽ ബഖറയിൽ യഹൂദികളെ കുറിച്ച് അല്ലാഹു തആല ദീർഘമായി വിശദീകരിച്ചു. ആദ്യത്തെ ജുസ് അതിൽ പകുതിയിൽ കൂടുതൽ അവരെ കുറിച്ചാണ്. ഒന്നാമത്തെ ജുസിൽ യാ ബനി ഇസ്രായീൽ അസ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന ആയത്ത് മുതൽ ആ ജുസിന്റെ അവസാനം വരെ യഹൂദികളോടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല അത് അവസാനിപ്പിച്ച് പറയുന്നത് ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതു ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ, അഥവാ സഹാബത്തിന്റെ മാർഗ്ഗത്തിൽ അവർ പ്രവേശിച്ചാൽ ഫഖദ് ഇഹ്തദൂ, അവർ സന്മാർഗ്ഗത്തിലായിരിക്കും. അപ്പം സന്മാർഗ്ഗത്തിലാവുക, സിറാത്തുൽ മുസ്തഖീമിലാവുക എന്നതിന് ഷർത്താണ്, നിബന്ധനയാണ് സഹാബത്തിന്റെ മാർഗ്ഗം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് കഴിഞ്ഞിട്ട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അതാരാണ്? സഹാബത്താണ്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. യഹൂദികളും ക്രിസ്ത്യാനികളുടെയും മാർഗ്ഗമല്ല, സഹാബത്തിന്റെ മാർഗ്ഗത്തിൽ. അപ്പോൾ മുൻഗാമികളുടെ മാർഗ്ഗം എന്താണെന്ന് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് അത് ഒരു ഐച്ഛികമായ വിഷയമല്ല, നമുക്ക് വേണമെങ്കിൽ ആവാം എന്നൊരു വിഷയമല്ല, അനിവാര്യമായ വിഷയമാണ്, അടിസ്ഥാനപരമായ കാര്യമാണ്. ഓരോ കാര്യത്തിലും അവരുടെ വിശ്വാസം എന്തായിരുന്നു, അവരുടെ അഖീദ എന്തായിരുന്നു, അവരുടെ തൗഹീദ് എന്തായിരുന്നു, അവരുടെ അല്ലാഹുവിന്റെ റസൂലിനെ അവരെങ്ങനെയാണ് പിന്തുടർന്നത്, അവരുടെ സംസാരം എങ്ങനെയായിരുന്നു, അവരുടെ നമസ്കാരം, അവരുടെ നോമ്പ്, അവരുടെ സക്കാത്ത്, ഇങ്ങനെ മുൻഗാമികളെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പിന്തുടരുക എന്നുള്ളത് ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിലകൊള്ളാൻ നമുക്ക് അടിസ്ഥാനപരമായ ആവശ്യമായ കാര്യമാണ്. അത് നമ്മൾ കുറച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മുൻഗാമികളെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട്, അവരുടെ ശരീരം മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രയോജനം എന്താണ്? നമുക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കുകയില്ല, തോന്നുകയില്ല. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയായ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ആളുകൾ കുറവായിരിക്കും. അത് വിശുദ്ധ ഖുർആനിൽ നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖുർആനിൽ കസ്റ എന്നുള്ള വാക്ക്, എണ്ണപ്പെരുപ്പം എന്നുള്ള വാക്ക്, എണ്ണത്തിന്റെ ആധിക്യം, ഈ ഒരു വാക്ക് കസ്റത്ത് എന്നുള്ള വാക്ക് ആക്ഷേപിച്ചുകൊണ്ടേ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. കസ്റത്ത് എന്നുള്ള ഒരു വാക്ക് നല്ല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഹക്കിന്റെ ആളുകൾ കൂടിയാൽ നല്ലതാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആള് കൂടുന്ന ജമാഅത്താണ്, ആള് കൂടുന്ന ഹജ്ജാണ്. ഇതൊക്കെ അറിയപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തും എണ്ണപ്പെരുപ്പം എന്നുള്ളത് നല്ല അർത്ഥത്തിൽ അല്ലാഹു തആല ഉപയോഗിച്ചിട്ടില്ല. ഭൂരിപക്ഷത്തിൽ പിന്തുടർന്നാൽ അവർ നിന്നെ വഴിവെപ്പിക്കും. ഭൂരിഭാഗവും ശിർക്ക് വെച്ചുകൊണ്ടാണ് അല്ലാഹു വിശ്വസിക്കുന്നത്. ഇങ്ങനെ കസീർ അല്ലെങ്കിൽ കസറത്ത് എന്ന വാക്ക് അതിനെ ആക്ഷേപിച്ചുകൊണ്ടേ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. യുദ്ധത്തിന്റെ ദിവസം അന്ന് സഹാബത്തിന്റെ എണ്ണം കൂടുതലായിരുന്നു. ഏറ്റവും കൂടുതൽ സഹാബത്ത് പങ്കെടുത്ത യുദ്ധമായിരിക്കും ഒരുപക്ഷെ ഹുനൈൻ യുദ്ധം. കാരണം മക്ക ഫത്ഹിന്റെ തൊട്ടുടനെയാണ് നടക്കുന്നത്. ഒരുപാട് സഹാബത്ത്, മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച അറബികൾ, അതുപോലെ മദീനയിൽ നിന്ന് വന്ന സഹാബത്ത് എല്ലാവരും ഉണ്ട്. പക്ഷേ യൗമ ഹുനൈനിൻ അന്ന് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങൾക്ക് ഉജ്ബുണ്ടായി, നിങ്ങൾക്ക് സ്വയം മതിപ്പ് തോന്നിപ്പിച്ചു. ഫലം തോന്നിയാൽക്കും ശരിയാ, അതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടായില്ല. അന്ന് ആ യുദ്ധത്തിൽ ഒരു പരാജയം തുടക്കത്തിൽ അനുഭവിക്കേണ്ടി വന്നു, ഉഹദ് യുദ്ധത്തിലെ പോലെ. അപ്പൊ ഇങ്ങനെ എവിടെ നോക്കിയാലും കസ്റത്തിനെ ആക്ഷേപിച്ചിട്ടേ ഉള്ളൂ. ഹദീസുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിന്റെ ഹദീസിൽ കാണാം, വറഅയ്തു നബിയ ലൈസ മഅഹു അഹദ്.
അഹദ് റഅയ്തു നബിയ വമഅഹു റഹ്മ, ഒരു നബിയെ കണ്ടു അദ്ദേഹത്തിന്റെ കൂടെ. അപ്പോൾ ഇസ്രാ മിഅ്റാജ് അല്ല, ഇത് വേറെ ഒരു കാഴ്ചയാണ്, ഉറക്കത്തിൽ കാണിച്ചു കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പ് കഴിഞ്ഞ പോയ ഉമ്മത്തുകളെ കാണിച്ചു കൊടുത്തു. ആ ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് റഅയ്തു നബിയ മഅഹു റഹ്മ, ഒരു നബിയെ കണ്ടു അദ്ദേഹത്തിന്റെ കൂടെ 10-ൽ താഴെ ആളുകൾ. ആലോചിച്ചു നോക്ക്, ഒരു നബി ജീവിതകാലം മുഴുവൻ അമ്പിയാക്കളുടെ ദഅവത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തോ? നമ്മളൊക്കെ വീഴ്ച വരുത്തും. നമ്മൾ ചിലപ്പോൾ മടി പിടിക്കും, നമ്മൾ ചിലപ്പോൾ ആരംഭ ശുഹൃത്തത്തിന്റെ പേരിൽ കുറെ ദഅവത്ത് ചെയ്ത് പിന്നെ മടി പിടിക്കും. പല വീഴ്ചകൾ നമ്മൾ വരും. രഹസ്യമായി നമ്മൾ തിന്മകൾ ചെയ്യും. അതിന്റെ പേരിലൊക്കെ നമ്മുടെ ദഅവത്ത് ക്ഷയിച്ചു പോകും. പക്ഷേ അമ്പിയാക്കൾക്ക് അങ്ങനെ ന്യൂനതകൾ ഒന്നും വരാനില്ല. മാസൂമികളാണ്. അങ്ങനെയുള്ള ഒരു മാസൂമായ നബിയുടെ കൂടെ 10-ൽ താഴെ ആളുകൾ. മറ്റൊരു നബിയുടെ കൂടെ 1-2 ആളുകൾ. ഒരു നബിയുടെ കൂടെ ആരുമില്ല. എത്രയോ അമ്പിയാക്കളെ അവരുടെ സമുദായം കൊന്നു കളഞ്ഞിട്ടുണ്ട്. ബനു ഇസ്രായേൽ തന്നെ ധാരാളം നബിമാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അന്യായമായി പ്രവാചകന്മാരെ അവർ കൊല്ലുമായിരുന്നു. 1-2 അല്ല, നിരവധി നബിമാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരുപാട് അംഗസംഖ്യ ഉണ്ടാവുക, എണ്ണപ്പെരുപ്പം ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ ഒരു മാനദണ്ഡമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം തുടങ്ങിയത് അപരിചിതാവസ്ഥയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ദഅവത്തുമായി കടന്നു വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഇസ്ലാം സ്വീകരിച്ച ആളുകൾ മർദ്ദിക്കപ്പെടുകയായിരുന്നു. അവർക്ക് പള്ളികളിൽ നമസ്കരിക്കാൻ അനുവാദമില്ല. മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുടുംബമഹിമയുള്ളയാളാണ്. ബാക്കിയുള്ളവർക്ക് ദരിദ്രരും അടിമകളും ഒക്കെ. ഇങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിൽ അവർ ഒട്ടകത്തിന്റെ പിന്നെ കൊടൽമാലകൾ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. അത്രമാത്രം അപരിചിതത്തിൽ ഉർബത്തിലായിരുന്നു ഇസ്ലാം. 5-6 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇസ്ലാമിന് പ്രതാപമുണ്ടായി. സ്വഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം ലോകം മുഴുവൻ പ്രചരിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തെളിവാണ്. അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ ഈ ദീൻ എങ്ങനെയാണ് തുടങ്ങിയത് അതുപോലെ തന്നെയാകും അവസാന കാലത്ത്. അന്ന് ഈ ദുർബലാവസ്ഥ, അപരിചിതാവസ്ഥ, എണ്ണത്തിലുള്ള കുറവ്, ഇതിന്റെയൊക്കെ പ്രയാസങ്ങൾ സഹിച്ച് ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവർക്ക് സന്തോഷവാർത്ത. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് പ്രതിസന്ധി ഹക്കിന്റെ ആളുകളുടെ എണ്ണം കുറവാവുക എന്നുള്ള കാര്യം ആ സന്ദർഭത്തിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് സലഫ് സ്വാലിഹീങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, മനുഷ്യൻ അനുകരിക്കുന്നവനാണ്. ഭൂരിപക്ഷവും ഫസാദിന്റെ ആളുകളാകുമ്പോ നമ്മൾ അറിയാതെ അവർ അനുകരിച്ചു പോകും. മനുഷ്യൻ ആരോടാണോ സഹവസിക്കുന്നത് അവരനുകരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഒരു മൃഗത്തോട് സഹവസിച്ചാൽ അവർ ആ മൃഗത്തെ അനുകരിച്ചു പോകും. ഒട്ടകത്തിന്റെ ആളുകൾക്ക് പൊങ്ങച്ചമുണ്ടാവും. കാരണം കുറച്ച് വലിപ്പമുള്ള മൃഗമാണ് ഒട്ടകം. ഒട്ടകത്തിന്റെ കൂടെ കുറെ നടന്നാല് അറിയാതെ അഹങ്കാരം വന്നു പോകും. ആടിനെ നോക്കി നടക്കുന്ന ആളുകൾക്ക് ശാന്തതയുണ്ടാവും. കാരണം ആടൊരു സാധു മൃഗമാണ്. അപ്പൊ മൃഗങ്ങളുടെ സ്വഭാവം വരെ അതിന്റെ കൂടെ നിന്നാൽ പകരും. മൃഗം സംസാരിക്കുന്നില്ല, നമ്മെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നില്ല, അവർക്ക് പ്രത്യേകിച്ച് അജണ്ടയും ഇല്ല. അങ്ങനെയുള്ള കന്നുകാലികൾ വരെ ഒരു മനുഷ്യനെ സ്വാധീനിക്കും. ഒരു നല്ല സുഹൃത്തും ചീത്ത സുഹൃത്തും തമ്മിലുള്ള ഉപമ എന്ന് പറയുന്നത് ഒരു അത്തർ കച്ചവടക്കാരനെയും ഒരു പെരുങ്കല്ലിനെയും പോലെയാണ്. എന്താണ് അത്തർ കച്ചവടക്കാരന്റെ പ്രത്യേകത? അത്തർ കച്ചവടക്കാരൻ മിസ്ക് വിൽക്കുന്നവൻ ഒന്നുകിൽ അവന്റെ സുഗന്ധത്തിന് ഒരു അംശം എന്റെ ശരീരത്തിൽ പകരും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവനിൽ നിന്ന് വില കൊടുത്ത് അത്തർ വാങ്ങാം. അല്ലെങ്കിൽ നല്ല സുഗന്ധം അനുഭവിക്കാനെങ്കിൽ പറ്റും. കൊല്ലൻ ഇരുമ്പ് പണിയെടുക്കുന്നയാള് ഒന്നുകിൽ നിന്റെ വസ്ത്രം അത് തീപ്പരി വീണ് കേടുവരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു ദുർഗന്ധമെങ്കിലും അനുഭവിക്കേണ്ടി വരും. അവന്റെ വിയർപ്പും അവിടെയുള്ള പണിസാധനങ്ങളുടെ ഒക്കെ ഗന്ധം നല്ലതായിരിക്കില്ല, അതെങ്കിലും അനുഭവിക്കേണ്ടി വരും. ഇത് മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണ്, മാറ്റമില്ലാത്ത നിയമമാണ്. ആരുടെ കൂടെയാണോ ഇരിക്കുന്നത് അവരുടെ സ്വഭാവം നമ്മിലേക്ക് പകരുമെന്നുള്ളത് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ വലിയ അബദ്ധങ്ങളിൽ പെട്ടുപോയ ആളുകൾ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ആരുടെ കൂടെ ഇരുന്നാലും ഞാൻ പഴക്കില്ല എന്ന് പറഞ്ഞിട്ട് കാഫിറായി പോയ സലഫിയത്തിൽ നിന്ന് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളായി പോയ ആളുകളെ നമുക്കറിയാം. അപ്പൊ ഈ ഒരു പ്രതിസന്ധിയിൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരെല്ലാവരും ഒരുപക്ഷെ ദീനിന്റെ ശത്രുക്കളായി തീരുക, അല്ലെങ്കിൽ
ദീനിനോട് ആവേശമില്ലാത്തവരായിരിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ് സലഫു സാലിഹ്യങ്ങളെ കുറിച്ച് പഠിക്കാന്നുള്ളത്. ആരൊക്കെ ഈ ദീൻ ഉപേക്ഷിച്ചു പോയാലും ആരൊക്കെ സുന്നത്ത് ഉപേക്ഷിച്ചു പോയാലും ഇതാ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും അവർ ഈ മാർഗത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ചരിത്രം മാത്രം മതി എനിക്ക് കുറച്ച് നിൽക്കാൻ എന്ന ഒരു മനസ്സിൽ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം താബിഈങ്ങളോട് പറയുകയാണ്, താബിഈങ്ങളുടെ കാലത്ത് ചില ഫിത്നകൾ ഉണ്ടായി. ആലോചിച്ച് നോക്കൂ, എത്ര നല്ല ആളുകളാണ് താബിഈങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ അംഗീകാരമുള്ളവരാണ്. ഏറ്റവും നല്ലവർ എന്റെ തലമുറയാണ്. പിന്നെ അതിനുശേഷമുള്ളവർ എന്നുള്ള അംഗീകാരം കിട്ടിയ ആളുകളാണ്. പക്ഷെ അക്കാലത്ത് തന്നെ ചെറിയ ചില പിഴവുകൾ മുസ്ലിം സമുദായത്തിൽ തലവെക്കാൻ തുടങ്ങി. ഖവാരിജികളുണ്ടായി, റിയാക്കളുണ്ടായി. ആ കാലത്ത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ കാന മുസ്തന്നൻ, ആരെങ്കിലും അനുകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത, മരണപ്പെട്ടവരെ മാതൃകയാക്കിക്കൊള്ളുക. കിബാറുകളായിട്ടുള്ള മുതിർന്നവരായ സ്വഹാബത്തിനെ ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ മാതൃകയാക്കിക്കൊള്ളുക. ഫഇന്നൽ ഹയ്യ, കാരണം ജീവിച്ചിരിക്കുന്നവൻ ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നവർ? എന്തായാലും ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നത്, പല സ്വഹാബത്തും ജീവിച്ചിരിക്കുന്നുണ്ട്. ഫഇന്നൽ ഹയ്യ ലാ തുഅ്മിനു അലൈഹി ഫിത്ന, അവൻ ഫിത്നയിൽ പെടുകയില്ല എന്നൊരു ഉറപ്പുമില്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും ജീവിച്ചിരിക്കുന്ന സമകാലികരായ ആളുകൾ എത്ര വലിയവരാണ് അവരുമായി ബന്ധിപ്പിക്കരുത്. അവരിൽ നിന്ന് കിട്ടാനുള്ള ഹൈർ നമുക്ക് എടുക്കാം. എൽമുള്ള ആളുകളുടെ എൽമ നമുക്ക് പഠിക്കാം. സാലിഹ്യങ്ങളായ ആളുകളുമായി നമുക്ക് താമസിക്കാം. പക്ഷേ നമ്മുടെ ബന്ധം നമ്മൾ ഏറ്റവും വലിയ മാതൃകയായി കാണുന്നത് സലഫു സാലിഹ്യങ്ങളായിരിക്കും. കാരണം അവർ അംഗീകാരം കിട്ടിയവരാണ്. ഇസ്ലാമിലായിക്കൊണ്ട് ഈമാനിലായിക്കൊണ്ട് സുന്നത്തിലായിക്കൊണ്ട് അവർ മരിച്ചുപോയി. അവരിനി പേഴ്ക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൽബ് എപ്പോഴും അവരോടായിരിക്കണം ബന്ധപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാത്ത ആളുകൾ തന്റെ കൂട്ടുകാരുടെ കൂടെ ചിലപ്പോൾ ദീനിന്റെ പേരിലായിരിക്കും ബന്ധം ഉണ്ടായത്. പിന്നീട് ഈ കൂട്ടുകാരൻ പഴിച്ചുപോയി. ഇവന് സലഫു സാലിഹ്യങ്ങളുമായി ബന്ധമില്ല, അവരുടെ ചരിത്രം വായിക്കുന്നില്ല. അവൻ ആദ്യ ദീൻ എന്ന് പറയുന്നത് തന്റെ നാട്ടുകാരായ പരിചയക്കാരായ 4-5 ആളുകളാണ് അവന്റെ ദീൻ. ഇവർ പഴിച്ചുപോയാൽ അവനും പഴിക്കും. അപ്പൊ അത് സംഭവിക്കരുത്. ഉറപ്പ് കിട്ടിയിട്ടുള്ള അമ്പിയാക്കളുടെയും സഹാബത്തിന്റെയും ചരിത്രങ്ങൾ പഠിക്കുകയും അതിലായിരിക്കണം നമ്മൾ കൂടുതൽ മുഴുകുന്നത്. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം അത്ബാഉ താബിഈങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ഇമാമാണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു അദ്ദേഹത്തിന്റെ സ്വഭാവം ചരിത്രങ്ങൾ കാണാം. വലിയ ആബിദായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു വർഷം 3 ഭാഗമായി തിരിക്കുമായിരുന്നു. 4 മാസം വീതം. 4 മാസം യുദ്ധത്തിന് പോകും. ഇസ്ലാമിക രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ പോയി സൈന്യത്തിൽ ജോലി ചെയ്യും 4 മാസം. ബാക്കി 4 മാസം ഹജ്ജിന് വേണ്ടി ചെലവഴിക്കും. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നത് പിന്നെ കിഴക്ക് ഭാഗത്താണ്. ഈ ഒരു പക്ഷേ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ആ ഭാഗത്തായിരിക്കും. അത്രയും ദൂരം ഹജ്ജിന് പോകാനുണ്ട്. 2 മാസവും അങ്ങോട്ടും 2 മാസം ഇങ്ങോട്ടും ഹജ്ജിന് വേണ്ടി ചെലവഴിക്കും. എല്ലാ വർഷവും ഹജ്ജ് ചെയ്യും. ബാക്കി 4 മാസം ഇൽമു പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഈ മഹാനായ വ്യക്തി അദ്ദേഹം ആളുകളുമായി അധികം ഇടപഴകാറില്ല. ആലോചിച്ച് നോക്കൂ, ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ജിഹാദ് ചെയ്യുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഇൽമു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വലിയൊരു പ്രമുഖനായ വ്യക്തിയാണ് സമുദായത്തിൽ. പക്ഷെ എന്നിട്ടും അദ്ദേഹം ആളുകളോടുള്ള ഇടപഴകൽ വളരെ കുറവായിരുന്നു. നാട്ടിൽ നിൽക്കുന്ന ഈ 4 മാസം ആരോടും സംസാരിക്കുകയില്ല. നമസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം ഇൽമു പഠിപ്പിക്കുന്ന സദസ്സ് കഴിഞ്ഞാൽ അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോകും. ആ ഇൽമിന്റെ സദസ്സിലല്ലാതെ ആളുകളോട് സംസാരിക്കുകയില്ല. അപ്പൊ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു അലാ തസ്തൗഹിഷ്, നിങ്ങൾക്ക് ഒരു ബോറടിയില്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിക്കുന്നില്ലേ? വേറെ ഒരു മനുഷ്യനോട് ബന്ധമില്ല, സുഹൃത്തുക്കളില്ല. അദ്ദേഹം പറഞ്ഞു കൈഫ അസ്തൗഹിഷ്, ഞാൻ എങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കും? കമ്പനി ഇല്ലാത്തൊരവസ്ഥ എങ്ങനെ വരും? വഅന ഉജാലിസു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും കൂടെയാണ് ഇരിക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഒറ്റക്കല്ല ഇരിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ്, സഹാബത്തിന്റെ കൂടെ. കാരണം അവരുടെ ചരിത്രം പറയുന്ന കിതാബുകൾ, അവരുടെ സീറയുള്ള കിതാബുകൾ, അവരുടെ അസറുകൾ, അവരുടെ വാക്കുകൾ എഴുതിയ കിതാബുകൾ, ഹദീസിന്റെയും അസറുകളുടെയും കിതാബുകൾ, അതാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ ഒറ്റപ്പെടും എന്ന് അദ്ദേഹം പറയുകയാണ്. ഏറ്റവും നല്ല സുഹബത്ത് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല കമ്പനി, ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ആളുകൾ അവരാണ്. സഹാബത്തും താബിഈങ്ങളും. അവരെ പോലെ വിശ്വസിക്കാവുന്ന ആരും ഇല്ല. ആയിഷ റളിയല്ലാഹു അൻഹ അന്നത്തെ കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ കാലത്ത് ആയിഷ ബീവി പറയാറുള്ള ഒരു വരി കവിത ചരിത്രഗ്രന്ഥങ്ങൾ കാണാം. ذهب الرجال المقتدى بفعالهم وبقيت في خلف كجلد الأجربي. അവർ പറയും ذهب الرجال, പുരുഷന്മാർ അഥവാ യഥാർത്ഥ ആണത്തമുള്ളവർ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളുകൾ, ധീരതയും അതുപോലെ തന്നെ സൽസ്വഭാവവും ക്ഷമയും ത്യാഗവും ഇങ്ങനെ മാതൃകായോഗ്യമായ പ്രവൃത്തികളും സ്വഭാവങ്ങളുമായി നടക്കുന്ന അൽ മുഖ്തദാ ബിഫിആലിഹിം, അവരുടെ പ്രവൃത്തികൾ നമുക്ക് അനുകരിക്കാവുന്നവരായ യഥാർത്ഥ ആണുങ്ങൾ മരിച്ചുപോയിരിക്കും. റസൂലും മുതിർന്നവരായ ഞാൻ ബാക്കിയായി. 40-ൽ കൂടുതൽ വർഷം റസൂലിന്റെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്നു.
ഞാൻ പിൻഗാമികൾക്കിടയിൽ ബാക്കിയായി പോയി. അവരെന്ന് പറഞ്ഞാൽ പിന്നെ ജറബ് എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ്, തൊലിക്ക് ബാധിക്കുന്ന രോഗമാണ്. അങ്ങ് ചുണങ്ങ് പിടിച്ച ചൊറി പിടിച്ച ഒരു തൊലിയിലാണ് ഞാൻ ബാക്കിയായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആളുകളുടെ ഈമാനിൽ വന്ന കുറവ് അങ്ങനെയാണ് പിന്നെ പറഞ്ഞത്. അത്രമാത്രം അവർക്ക് വിഷമമുണ്ടായിരുന്നു മുൻഗാമികൾ നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യദ്ഹബു സാലിഹൂൻ അൽ അവ്വൽ സാലിഹീങ്ങളായ ആളുകൾ അവരുടെ നന്മക്കനുസരിച്ച് നേരത്തെ മരിച്ചു പോകും. വയബ്ഖാ ഹുസാല കഹുസാലത്തി ശഈർ അവസാനം ബാക്കിയാവുക ബാർലിയുടെ ചവറ്. ബാർലി ഇങ്ങനെ പിന്നെ മുറത്തിലെടുത്ത് വൃത്തിയാക്കുമ്പോൾ അതിൽ നിന്ന് തെറിക്കുന്ന ചവറ് പോലെയുള്ള ചവറുകൾ അവസാനം ബാക്കിയാവും. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു ഫിത്നയുടെ ഈമാൻ കുറഞ്ഞ കാലത്താണ് നമുക്ക് തിരിച്ചറിയാം. അതിനർത്ഥം എല്ലാവരും നശിച്ചുപോയി എന്നല്ല ഞാൻ പറയാൻ പാടില്ല. ജനങ്ങളെല്ലാവരും നശിച്ചു എന്ന് പറഞ്ഞാൽ അവനാണ് ഏറ്റവും നശിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ മുൻഗാമികളെ അപേക്ഷിച്ച് വളരെയധികം ഫിത്നകൾ നിറഞ്ഞ വളരെയധികം ഈമാൻ കുറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ അതിനുള്ള പ്രതിരോധ മാർഗം സ്വീകരിക്കണം. അതാണ് സലഫു സാലിഹുകളുടെ ചരിത്രം പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. എന്നിട്ട് ആ മാർഗത്തിൽ ആരാണോ പോകുന്നത് അവരുടെ കൂടെ ആയിരിക്കും നമ്മൾ താമസിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ സിദ്ഖുള്ളവരുടെ കൂടെ നിങ്ങൾ നിൽക്കുക. സത്യസന്ധമായി ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീൻ പിന്തുടരുന്നവരുടെ കൂടെ നിങ്ങൾ. അവരുടെ എണ്ണം എത്ര കുറവാണെങ്കിൽ എണ്ണം കുറയുക എന്നുള്ളത് അവസാന കാലത്ത് ഒരാൾക്കുള്ള അംഗീകാരമാണ്. അതൊരു പിന്നെ ഒരാൾക്കുള്ള അഭിമാനമാണ്, അംഗീകാരമാണ്. അയാളുടെ കൂടെ ആളുകൾ കുറഞ്ഞു പോയി എന്നുള്ളത് മുൻഗാമികൾ പറഞ്ഞതായി കാണാം. അലൈക ബിആസാരി മൻ സലഫ് മുൻഗാമികളുടെ അസറുകൾ നീ പിന്തുടരുക. അലൈക ബിആസാരി മൻ സലഫ് വഇയ്യാക وعليك بآثار من سلف മുൻഗാമികളുടെ അസറുകൾ പിന്തുടരുക. അത് പിന്തുടരുന്നവരുടെ എണ്ണം എത്ര കുറവാണെങ്കിൽ പോലും പിൻഗാമികളുടെ അഭിപ്രായങ്ങൾ നീ സൂക്ഷിക്കുക. അവരുടെ നാവ് കൊണ്ട് അവർ എത്ര ഭംഗിയായി അതിനെ ചിത്രീകരിച്ചാൽ. മുൻഗാമികളുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത് അത് കേവലം ഒരു ഭംഗി വാക്കല്ല, അല്ലെങ്കിൽ സമയം കളയാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത് പോലെ കേൾക്കേണ്ടതല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ സീരിയസ് ആയി ആത്മാർത്ഥമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്കാണ് അൽ ഖസസ്. കഥകൾ എന്ന് പറയുന്നത് മുൻഗാമികളുടെ ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് ജുന്ദുൻ മിൻ ജുനൂദില്ലാഹ് അല്ലാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു സൈന്യമാണ്. യുസബ്ബിതുല്ലാഹു ബിഹാ മൻ ശാഅ മിൻ ഇബാദിഹി അല്ലാഹു അവന് ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളെ ആ ചരിത്ര സംഭവങ്ങൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. അതായത് ഈമാൻ നശിക്കുന്ന ഒരാളുടെ ദീൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ മനസ്സ് പതറുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്ര സംഭവങ്ങൾ കൊണ്ട് സലഫു സാലിഹീങ്ങളുടെ മുൻഗാമികളുടെ മാർഗം ആ അവരുടെ ചരിത്രത്തിലുള്ള ത്യാഗം നിറഞ്ഞ സംഭവങ്ങൾ അതുകൊണ്ട് അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾ ഉറപ്പിച്ചു നിർത്തും. സലഫുകളുടെ ജീവചരിത്രം അവരുടെ മാതൃകകൾ പഠിക്കുക, മനസ്സിലാക്കുക, ആ മാർഗത്തിലേക്ക് തിരിയുക എന്നുള്ളത് അത് അനിവാര്യമായ കാര്യമാണ്. ഇനി റമളാനുമായി ബന്ധപ്പെട്ട് നമുക്ക് സലഫുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്വഹാബത്തിന്റെയും താബീങ്ങളുടെയും ചരിത്രം നോക്കുകയാണെങ്കിൽ നിരവധി ഉദാഹരണങ്ങൾ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനു മുമ്പ് പൊതുവായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുൻഗാമികളുടെ പൊതുവായ മാതൃക റമദാനിൽ മാത്രമല്ല എല്ലാ കാലത്തും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് അവർ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വില മനസ്സിലാക്കിയവരാണ്. അതാണ് അവരുടെ പ്രത്യേകത. അവരുടെ പൊതുവായ സ്വഭാവം എല്ലാ സ്വഹാബിക്കുമുള്ള ഒരു സ്വഭാവം എന്താണെന്ന് നോക്കിയാൽ ഇതാണ് നമുക്ക് പറയാൻ സാധിക്കുക. ദുനിയാവ് എന്താണ്, ആഖിറത്ത് എന്താണെന്ന് മനസ്സിലാക്കിയവരാണ് അവർ. ദുനിയാവ് നശിച്ചു പോകാനുള്ളതാണ്, ആഖിറത്ത് എന്നും നിലനിൽക്കുന്നതാണ്. ഇത് നമുക്കറിയാം. പക്ഷെ ഇതിന്റെ യഖീൻ, ദൃഢവിശ്വാസം അവരുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ളവരാണ് സ്വഹാബത്ത്. അതുകൊണ്ട് ദുനിയാവ് ത്യജിക്കാൻ അവർ തയ്യാറായി ആഖിറത്തിന് വേണ്ടി. സ്വഹാബത്തിൽപ്പെട്ട പലരും നമുക്കറിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ സ്വത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കൊണ്ടുവന്ന് സദഖ. എന്തുകൊണ്ടാണ്? ദുനിയാവിന്റെ വില നിസ്സാരത അവർ മനസ്സിലാക്കി. അവരുടെ കുടുംബങ്ങൾ കൈയൊഴിക്കാൻ അവർ തയ്യാറായി. ഹിജ്റ വരുന്ന സന്ദർഭത്തിൽ പലരുടെയും ഭാര്യമാരും മക്കളാണ്. അവര് മുശ്രിക്കുകളായി. നമുക്കറിയാം ആദ്യകാലത്ത് മുശ്രിക്കുകളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. അവസാനമാണ് ഹുദൈബിയ സന്ധിയുടെ കാലത്താണ് അവരുമായുള്ള വിവാഹബന്ധം ഹറാമാക്കി. അത് ഹറാമാക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് ഭാര്യമാരെ അങ്ങോട്ട് പറഞ്ഞയച്ചു.
മുശ്രിക്കുകളായിരിക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തും ത്യജിക്കാൻ അവർ തയ്യാറായി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാം. ഇത് ഒരു കഥ പോലെ നമ്മൾ കുറെ കേട്ടതാണ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഷാദ് ബിൻ റബീഅ എന്ന് പറയുന്ന അൻസാരി, അദ്ദേഹത്തിനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സഹോദരനായി കിട്ടിയത്. ഹിജ്റ വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനിടയിൽ ഉഖുവത്ത്, അവരെ സഹോദരന്മാരായി നിശ്ചയിച്ചു. ഓരോ അൻസാരിക്ക് ഓരോ മുഹാജിറിനെ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തു. ആലോചിച്ച് നോക്കൂ, മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വകയുമില്ലാതെ സ്വത്തും അവരുടെ എല്ലാ ഭൗതികമായ സമ്പാദ്യങ്ങളും കയ്യിൽ ഉപേക്ഷിച്ച് വെറും കൈയോടെ മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ ഓരോ അൻസാരിക്ക് കൈമാറുകയാണ്, അവരുടെ കൂടെ സഹോദരനായി. ഈ അൻസാരികൾ എങ്ങനെയാണ് ഈ മുഹാജിറിനെ സ്വീകരിച്ചത്? ഷാദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് സ്വഹീഹ് ബുഖാരിയിലാണുള്ളത്. ഇതൊരു കെട്ടുകഥയല്ല, സ്വഹീഹായ സംഭവമാണ്. ഷാദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സ്വത്ത് ഇതിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. എന്റെ 2 ഭാര്യമാരുണ്ട്, അതിലാരെയാണ് നിനക്ക് ഇഷ്ടം? ഞാൻ തൊലാക്ക് ചെയ്ത് വിവാഹം കഴിപ്പിച്ചു തരാം. ഇതിന്റെ ഒരു ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കും. എത്രമാത്രം അവര് ഇന്നലെ വരെ പരിചയമില്ലാത്ത ഒരാളാണ്. കുറെ കാലമായിട്ട് നമ്മൾ സുഹൃത്താണെങ്കിൽ തർക്കമില്ല, ആദ്യമായിട്ട് കാണുകയാണ് അവർ. എന്താണ് അവരുടെ യോഗ്യത? ഈമാൻ ഉണ്ട് എന്നത് മാത്രമാണ്, മുഅ്മിനാണ് എന്നൊരു യോഗ്യത മാത്രം, വേറൊന്നുമില്ല. ദുനിയാവിന്റെ യാതൊരു സമ്പത്തും അവരുടെ കയ്യിലില്ല, ഒന്നുമില്ലാതെ വന്നവരാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പച്ചയായി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബംഗാളി അല്ലെങ്കിൽ ഒരു യുപിക്കാരൻ ഇങ്ങോട്ട് വന്നു എന്നിട്ട് നമ്മുടെ അഭയം തേടി അവിടെ കലാപത്തിൽപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു നമ്മൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? നമ്മൾ ചിലപ്പോൾ വല്ല തൊഴുത്തിലോ നമ്മുടെ വല്ല ഷെഡിലോ കിടത്തിയാൽ അത് വലിയൊരു ത്യാഗമായിട്ട് നമ്മൾ കാണും. അങ്ങനെയല്ലേ? നമ്മൾ ആട്ടി വിട്ടില്ലല്ലോ എന്നുള്ളത് ഒരു ത്യാഗമായിട്ട് നമ്മൾ കാണും. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് വലിയൊരു ചരിത്ര സംഭവമായിട്ട് നമ്മൾ എഴുതി വെക്കും. പക്ഷേ സ്വഹാബത്ത് എന്തായിരുന്നു ചെയ്തത്? എന്റെ സ്വത്തിന്റെ പകുതി എന്റെ ഒരു ഭാര്യ ഞാൻ നിനക്ക് തൊലാക്ക് ചെയ്തു തരാമെന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല, നമുക്കറിയാവുന്നതാണ്. അപ്പോ സ്വഹാബത്തിന്റെ പ്രത്യേകത ഇതായിരുന്നു, അവര് ആഖിറത്തിന്റെ വില മനസ്സിലാക്കി അതിനുവേണ്ടി ദുനിയാവ് ത്യജിക്കാൻ തയ്യാറായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തലമുറയെക്കുറിച്ച്, സ്വഹാബത്തിനെ കുറിച്ച് മുമ്പ് കാലത്തുള്ള വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. തൗറാത്തിലും ഇൻജീലിലും പറഞ്ഞിട്ടുണ്ട്. ആ തൗറാത്തിൽ പറഞ്ഞ കാര്യം സൂറത്ത് ഫത്ഹിൽ അല്ലാഹു തആല അവസാന ആയത്തിൽ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മൾ സലഫുകളെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സലഫുകൾ എന്താണ് എന്ന് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുഹമ്മദുൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് വല്ലദീന മഅഹു, അവിടുത്തെ സ്വഹാബത്ത്, ഇവരുടെ പ്രത്യേകത എന്താണ്? അശിദ്ദാഉ അലൽ കുഫാർ, കാഫിറുകളോട് പരുഷമായി പെരുമാറുന്നവരാണ്. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ സാധാരണ സന്ദർഭത്തിലാണെങ്കിലും അവരോട് വേണ്ട അകൽച്ച കാത്തു സൂക്ഷിക്കുന്നവരാണ്. വിശ്വാസത്തിന്റെ പേരിലുള്ള വെറുപ്പ് അവരോട് മനസ്സിലുണ്ടാകുന്നവരാണ്. റുഹമാഉ ബൈനഹും, അവർ തമ്മിൽ അങ്ങേയറ്റത്തെ റഹ്മത്തുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്. ചില മുഫസ്സിരീങ്ങൾ അല്ലെങ്കിൽ ഉലമാക്കൾ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറഞ്ഞത് ഈ അർത്ഥത്തിലുള്ള പിന്നെ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞത് ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനോട് ഒരു അടിമ യജമാനോട് പെരുമാറുന്നത് പോലെയായിരിക്കും, ബഹുമാനത്തോടെയായിരിക്കും പെരുമാറുക, റഹ്മത്തോടെയായിരിക്കും പെരുമാറുക. ഇനി എന്താണ് പറയുന്നത്? തറാഹും റുക്അൻ സുജ്ജദൻ, അവർ നിനക്ക് കാണാം റുക്ഉം സുജൂദും ചെയ്യുന്നവരായിരിക്കും. അതിനാൽ അവരുടെ അടിസ്ഥാന സ്വഭാവം ഇബാദത്താണ്. തറാഹും റുക്അൻ സുജ്ജദൻ, എപ്പോഴും ഒരു ഇബാദത്തിൽ മുഴുകിയവരായിരിക്കും. സീമാഹും ഫീ വുജൂഹിഹിം, അവരുടെ മുഖത്ത് ഒരു അടയാളം കാണാം. മിൻ അസരി സുജൂദ്, സുജൂദിന്റെ ഫലമായി ധാരാളം സുജൂദ് ചെയ്തതുകൊണ്ട് തഹജ്ജുദും മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തതുകൊണ്ട് അവരുടെ മുഖത്ത് ആ സുജൂദിന്റെ ഒരു അടയാളം നിനക്ക് കാണാം. സ്വഹാബത്തിനെ വർണ്ണിച്ചുകൊണ്ട് അവരുടെ പിൻഗാമികൾ പറഞ്ഞ ധാരാളം അസറുകൾ കാണാം. അവരെ കുറിച്ച് പറയുന്നത് റുഹ്ബാനുൻ ഫിൽ ലൈൽ ഫുർസാനുൻ ഫിൻ നഹാർ, രാത്രിയിൽ അവര് സന്യാസിമാരായിരിക്കും. സന്യാസിമാരെന്ന് പറഞ്ഞാൽ കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്തതുപോലെ അത്രമാത്രം ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും രാത്രി. ഫുർസാനുൻ ഫിൻ നഹാർ, പക്ഷെ പകല് അവര് സൈനികരായിരിക്കും, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവരെ കുറിച്ച് താബിഈങ്ങൾ പറഞ്ഞതായി കാണാം. ഒരു സഹാബിയെ കണ്ടാൽ ഇബാദത്തിന്റെ അടയാളം അവരിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ 2 കണ്ണിന് താഴെ ഒരു ചെരുപ്പിന്റെ വാറ് പോലെ ഒരു വള്ളി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതുപോലെ കണ്ണീരിന്റെ അടയാളം കാണാമായിരുന്നു. കണ്ണീരൊഴുകി അവിടെ നിറം മാറിയിട്ട് 2 വരകൾ ഉള്ളതായിട്ട് കാണാമായിരുന്നു. ഇങ്ങനെയായിരുന്നു സഹാബത്തിന്റെ അവസ്ഥ. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖത്ത് നോക്കിയാൽ സുജൂദിന്റെ അടയാളം കാണാൻ സാധിക്കും.
മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഉലമാക്കൾ പറയുന്നത് ഇത് നിസ്കാര ടൈം നമ്മൾ പറയുന്ന ഈ വസ്തുവല്ല. അത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിസ്കരിച്ച ആൾക്കും ഉണ്ടാകാം. അല്ലെങ്കിൽ ചില ഉലമാക്കൾ പറഞ്ഞിട്ടത് ചിലപ്പോൾ നിസ്കാര ടൈം ഉണ്ടാകും, അവന്റെ കൽബ് ഫിർഔനേക്കാൾ കടുത്ത കൽബായിരിക്കും. അത് സംഭവിക്കും. അത് തൊലിക്ക് വരുന്ന ഒരു കുഴപ്പമാണ്. ചിലപ്പോ രാവും പകൽ നമസ്കരിക്കുന്ന ആൾക്ക് ഈ ടൈം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖത്തുള്ള പ്രകാശമാണ്. സുജൂദ് ചെയ്യുന്ന ഒരാൾക്ക്, ഇബാദത്തിൽ മുഴുകുന്ന ഒരാളുടെ മുഖത്ത് ഒരു പ്രകാശം കാണാൻ സാധിക്കും. അത് നമുക്കൊക്കെ ഉണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. തൗറാത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൗറാത്തിൽ എന്തിനാണ് അള്ളാഹു ഇത് പറഞ്ഞത്? സഹാബത്തിനെ കുറിച്ച് തൗറാത്തിൽ എന്തിനാണ് അള്ളാഹു പറഞ്ഞത്? വെറുതെ ഉള്ള ഒരു കാര്യം പറയില്ലല്ലോ. ഇനി വരാനിരിക്കുന്ന ഒരു കൗമിനെ കുറിച്ച് തൗറാത്തിൽ എന്തിനാണ് അള്ളാഹു പറയുന്നത്? അതിന് ലക്ഷ്യമുണ്ട്. ഈ കൗമ വന്നു കഴിഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദികൾ വിശ്വസിക്കാൻ വേണ്ടി, മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളായ യഹൂദികൾക്ക് വിശ്വസിക്കാൻ വേണ്ടി അള്ളാഹു അടയാളമായി പറഞ്ഞു കൊടുത്തതാണ്. ഇങ്ങനെയുള്ള ഒരു നബിയും സഹാബത്തും വരും. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും, നിങ്ങൾ വിശ്വസിച്ചു. ഇന്നൊരു യഹൂദി തൗറാത്ത് എടുത്ത് വായിച്ചിട്ട് ഹക്കന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളെ നോക്കി ഈ അടയാളം മുസ്ലിം ആകാന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പ്രയാസമായിരിക്കും. അപ്പോ സഹാബത്തിന്റെ മാർഗം ഇതാണ്. പൊതുവായി സഹാബത്തിന്റെ മാർഗം ഇതാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളം കാണാൻ സാധിക്കും. ഇബാദത്തുകൾ മുഴുകുന്നവരായിരുന്നു. ദുനിയാവിന്റെ വില മനസ്സിലാക്കി, ആഖിറത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി, ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. ഇനി റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ സലഫുകളുടെ ജീവിതത്തിൽ, സഹാബത്തിന്റെ ജീവിതത്തിൽ പ്രധാനമായും 4 വിഷയങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നോമ്പിന് അവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഖുർആൻ പാരായണമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൂടുതൽ അധ്വാനിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ അവതരിച്ചത് മുതൽ, വഹി കിട്ടിയത് മുതൽ റമദാൻ ആകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. എന്നിട്ട് ഖുർആൻ മുഴുവൻ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുമായിരുന്നു ഓരോ റമദാനും. അത് രാത്രിയായിരുന്നു ചെയ്യാറുള്ളത്. അപ്പോൾ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ മുഴുവനായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുമായിരുന്നു. അവസാനത്തെ റമദാൻ വഫാത്താകുന്ന വർഷം 2 പ്രാവശ്യം ഖുർആൻ മുഴുവനായി ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതി കൊടുക്കുകയുണ്ടായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക. ഇനി ജമാഅത്തായിട്ട് സഹാബത്തിന്റെ നേതൃത്വത്തിൽ സഹാബത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കരിച്ച സന്ദർഭം, അതിൽ ഖുർആൻ ഓതിയത് ഇൻഷാ അല്ലാഹ് തറാവീഹിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. അപ്പോൾ ഖുർആനുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അത് ഓരോ തലമുറയിലുള്ള സലഫുകളെ നമ്മൾ നോക്കിയാലും കാണാൻ സാധിക്കുന്നതാണ്. സഹാബത്തിന്റെയും താബീങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കാണാവുന്നതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അദ്ദേഹം ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കാലത്തായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ ബിദ്അത്ത് തലവുക്കിയ കാലമായിരുന്നു. ഖവാരിജുകൾ ഉണ്ടായ കാലം. ആ സമയത്ത് ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഒരു പള്ളിയിൽ കയറിയാൽ തന്നെ അതൊരു അത്ഭുതമായിരിക്കും. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ സഹാബിമാരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയിട്ടാണ് ഖവാരിജുകൾ ലഅനഹുമുല്ലാഹ് അവർ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുന്നത്. ഈ സന്ദർഭത്തിന് സാക്ഷിയാണ് അവരുടെ ഭാര്യ നായില റളിയല്ലാഹു അൻഹ. അവർ പറയുകയാണ്, അവർ തടയാൻ നോക്കിയിട്ടുണ്ട്, അവരുടെ വിരൽ മുറിഞ്ഞു പോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. ഈ സന്ദർഭത്തിന് സാക്ഷിയായിട്ട് ആ ഭാര്യ പറയുന്ന വാക്കാണ്, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ കുറിച്ച് വിഷമിക്കുന്നത്? അദ്ദേഹം ഒരു റക്അത്തിൽ ഖുർആൻ ഖത്തം തീർക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ആഖിറത്ത് സുരക്ഷിതമാണ്, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നാണ് അവർ പറയാറുള്ളത്. അപ്പോൾ ഒരു റക്അത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഖത്തം തീർത്തതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും, ഹദീസിൽ 3 ദിവസത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഓതരുത് ഉണ്ടല്ലോ. അതാണ് ശരി. പക്ഷേ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് അപൂർവമായി വിശേഷപ്പെട്ട അവസരങ്ങൾ റമദാനിൽ അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹറമിൽ പ്രവേശിച്ചാലൊക്കെ അതിനെതിരായിട്ട് ചെയ്യാം. കാരണം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയല്ല ഓതുന്നത്, പരമാവധി കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഓതാം എന്ന് ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർക്ക് അഭിപ്രായം. അതാണ് സലഫുകളുടെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്നത്. അവരൊക്കെ 1-2 ദിവസം കൊണ്ട് ഖത്തം തീർത്തവരാണ് പലരും റമദാനാകുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ. അതുപോലെ മറ്റു സഹാബിമാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റമദാനിലും അല്ലാത്ത സന്ദർഭങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായി നമസ്കാരത്തിന് ഇമാമ നിൽക്കാൻ പറ്റാതായപ്പോൾ ആയിഷ ബീവിയോട് പറഞ്ഞു മുറു
അബാ ബക്രി ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് പറഞ്ഞത്? ഇന്ന അബാ ബക്രി റജുലുൻ അസീഫ്, അബൂബക്കർ വളരെ ദുഃഖിതനായ ഒരു മനുഷ്യനാണ്, എപ്പോഴും വളരെ സങ്കടത്തോടുകൂടി നടക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ്? ഖുർആനുമായുള്ള ബന്ധം കൊണ്ട്. അദ്ദേഹം ഖുർആൻ ഓതിയാൽ ജനങ്ങൾക്ക് അത് ഖിറാഅത്ത് കേൾക്കാൻ സാധിക്കുകയില്ല, അദ്ദേഹത്തിന്റെ കരച്ചിൽ കൊണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെ വിശ്വാസം ദേഷ്യപ്പെട്ടു, 2 പ്രാവശ്യം പറഞ്ഞു, 3ാമത്തെ പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ട് അബൂബക്കറിനെ ഇമാം നിർത്തി. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയാൽ കരയുമായിരുന്നു. ഇന്ന് നമ്മൾ സാധാരണ ഖുർആൻ ഓതിയാൽ എന്താണ് സംഭവിച്ചാൽ നമ്മൾ കരയുന്നത് വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ് കരച്ചിൽ കുറവാകുന്നത്? മുൻഗാമികൾ പറഞ്ഞൊരു വാക്ക് അൽ ഖൽബു ഇദാ ഖല്ലത് ഖതായാഹു അസ്റഅത് ദംഅതുഹു. ഖൽബിൽ പാപങ്ങൾ കുറഞ്ഞാൽ കണ്ണീരിന്റെ വേഗം കൂടും. ഒരാളുടെ ഖൽബ് എത്രമാത്രം ശുദ്ധമാണോ അതനുസരിച്ച് ഖുർആൻ കേൾക്കുമ്പോൾ കരച്ചിൽ വരും. ഖുർആൻ കേൾക്കുമ്പോൾ മാത്രമല്ല, ആഖിറത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ആലോചിച്ചാൽ നമുക്ക് വിഷമം തോന്നുന്ന ഒരു വിഷയമാണ്. നമ്മളൊക്കെ അവസാനമായിട്ട് കരഞ്ഞത് എന്നാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ കുട്ടിക്കാലത്തായിരിക്കും, ചെറിയ കുട്ടിയായപ്പോഴായിരിക്കും. ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, ദുആ ചെയ്യുമ്പോൾ, നമസ്കാരത്തിൽ, അതുപോലെ തന്നെ മരണവാർത്ത കേൾക്കുമ്പോൾ അപ്പോൾ പോലും നമുക്കൊരു വിഷമം തോന്നുന്നില്ല. ഒരു മരണവാർത്ത കേട്ടു, തൊട്ടടുത്ത നിമിഷം നമ്മൾ തമാശ പറയുകയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഖൽബിൽ ഭാരമുണ്ട്. പാപങ്ങൾ നമുക്ക് ഖൽബിൽ കറ പിടിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൽബിനെ നമ്മൾ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് മാത്രമേ ഖുർആൻ സലഫുകൾ ഓതിയതുപോലെ ഓതാൻ സാധിക്കൂ. അബൂബക്കർ റളിയല്ലാഹു കുറിച്ച് ഇവിടെ പറഞ്ഞത് ആയിഷ ബീവി എന്താ പറഞ്ഞത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇന്ന സൂറത്ത് ഓതിയാൽ കരയുമെന്നല്ല പറഞ്ഞത്. ഖുർആൻ ഓതിയാൽ കരയും. ഏതെങ്കിലും ഒരു പ്രത്യേക സൂറത്ത്, പരലോകത്തെ കുറിച്ച് പറയുന്ന സൂറത്തോ സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്ത് ഓതിയാൽ മാത്രം കരയുകയായിരുന്നെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. വേറെ ഏതെങ്കിലും സൂറത്ത് ഓതല്ലോ. അങ്ങനെയല്ല, ഖുർആൻ ഓതിയാൽ അദ്ദേഹം കരയുമായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഇങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെ മാതൃക. അതിനുശേഷമുള്ള തലമുറകളാണെങ്കിൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം റമദാൻ ആയാൽ 60 ഖത്തം തീർക്കുമായിരുന്നു. റമദാൻ മാസത്തിൽ 60 ഖത്തം, ഒരു ദിവസം 2 ഖത്തം തീർക്കുമായിരുന്നു. അതുപോലെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം റമദാനിൽ തന്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു ആലോചിച്ച് നോക്കൂ, ആരാണ് ഇമാം ബുഖാരിയുടെ ശിഷ്യന്മാർ? മുഹദ്ദിസീങ്ങളായിരിക്കും, വലിയ മുഹദ്ദിസീങ്ങൾ, ഇമാമിങ്ങൾ. അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം തഹജ്ജുദ് നമസ്കരിക്കും, തറാവീഹ് നമസ്കരിക്കും. 2 ദിവസം ഖത്തം തീർക്കും, ഒരു ദിവസം 15 ജുസ് ഓതിയിട്ട് തറാവീഹ് നമസ്കരിക്കും. ഇതിന് പുറമെ നമസ്കാരത്തിൽ അല്ലാതെ പകലിൽ ഇമാം ബുഖാരി ദിവസം ഒരു ഖത്തം വേറെ തീർക്കുമായിരുന്നു. ഇങ്ങനെ മൊത്തം പിന്നെ എത്ര ഉണ്ടാവും? 15 45 ഖത്തം റമദാനിൽ അദ്ദേഹം തീർത്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു മുൻഗാമികൾ ഖുർആനുമായി ബന്ധപ്പെട്ട് അവര് ചെയ്തിരുന്നത്. ഇതിനുള്ള കാരണം എന്താണ്? കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹി ഖുർആൻ. ഖുർആൻ ഇറക്കാൻ വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തിട്ടുള്ള മാസമാണ്. ഇനി രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രവൃത്തി തറാവീഹ് നമസ്കാരം. റമദാനിൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്താണ്. എല്ലാ സമയത്തും ഖിയാമുൽ ലൈൽ സുന്നത്താണ്. റമദാനിൽ പ്രത്യേകമായി ജമാഅത്ത് സുന്നത്താക്കിയിട്ടുള്ളതാണ്. തറാവീഹ് നമസ്കാരം എങ്ങനെയായിരുന്നു സലഫുകളുടെ കാലത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ അവരുടെ നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് എങ്ങനെയായിരുന്നു? 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കരിച്ച് നമുക്കറിയാം. ആ തറാവീഹ് എങ്ങനെയായിരുന്നു? ഹദീസിൽ കാണാം അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ റമദാനിൽ നോമ്പ് നോറ്റു. അങ്ങനെ 23-ാം രാവായപ്പോ 22 നോമ്പിന് തറാവീഹ് നമസ്കരിച്ചിട്ടില്ല. 22-ാമത്തെ നോമ്പ് കഴിഞ്ഞ് 23-ാം രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നമസ്കരിക്കുന്നത്. അങ്ങനെ നമസ്കരിച്ച് എത്ര നമസ്കരിച്ചു? ഹത്താ ദഹബ തുലുസുൽ ലൈൽ, രാത്രിയുടെ 1/3 നമസ്കരിച്ചു. 1/3 എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും രാത്രി എത്രയുണ്ട്. മഗ്രിബ് മുതൽ ഫജ്ർ വരെയുള്ള സമയം നമ്മൾ നോക്കിയിട്ട് അതിനെ 3ആയി വീതിച്ചാൽ മതി. അത് ആദ്യത്തെ 1/3 കഴിഞ്ഞു പോകുന്ന അത്രയും നമസ്കരിച്ചു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വന്നില്ല. 24 രാവിലെ. പിന്നെ 25 രാവിനാണ് വരുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ് 25-ാം രാവിന് വന്നിട്ട് രാത്രിയുടെ പകുതി വരെ നമസ്കരിച്ചു. 27-ാമത്തെ രാവിന് ഈ 25-ാം രാവിലെ 10 ആയപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു, ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ് ലൗ നഫൽതനാ ബഖിയത ലൈലത്തിനാ ഹാദിഹി. ഇപ്പൊ ആ രംഗം നടക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്, ഒരു പള്ളിയിൽ പകുതി വരെ നമസ്കരിച്ചാൽ എന്തായിരിക്കും ജമാഅത്തിലുള്ള ആളുകൾ പറയാൻ. സഹാബത്ത് പറയുന്നത്, അബൂദർ റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ പറഞ്ഞു റസൂലെ എന്നെ നിർത്തിയത് നേരം വെളുക്കുന്നവരെ നമുക്ക് നമസ്കരിക്കാമായിരുന്നല്ലോ എന്നാണ്. 26 രാവിലെ അവിടുന്ന് വീണ്ടും വന്നു. എന്നിട്ട്
നമസ്കരിച്ചു. ഹത്താ ഖശീന അൻ യഫൂതനൽ ഫലാഹ്, അത്താഴം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി. അപ്പൊ അത്താഴം കഴിക്കുന്ന സമയം വരെ തഹജ്ജുദ് നമസ്കരിച്ചു, തറാവീഹ് നമസ്കരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മാതൃക. അപ്പൊ ചില ആളുകൾ പറയും ഇതൊക്കെ അന്ന് അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും, സഹാബത്തിന്. നമ്മൾ രോഗികളാണ്, വയസ്സന്മാരാണ്. ഈ രോഗികൾ വയസ്സന്മാരൊക്കെ ഇന്നുണ്ടായതൊന്നുമല്ലല്ലോ, അന്നും വയസ്സന്മാരുണ്ട്, അന്ന് രോഗികളുണ്ട് എന്ന് മാത്രമല്ല അസറുകളിൽ കാണാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്ന് തറാവീഹ് നമസ്കാരത്തിൽ ആളുകൾ വടിപിടിച്ചായിരുന്നു നിൽക്കാറുള്ളത്. തറാവീഹ് നമസ്കാരത്തിൽ ആരോഗ്യമുള്ള ആളുകൾ വടിപിടിച്ച് നിൽക്കും. എന്തുകൊണ്ട്? തറാവീഹ് അത്രയും ദീർഘമായി നമസ്കരിക്കുന്നത്. അപ്പൊ അന്നും ഉണ്ടായിരുന്നു ശരീരത്തിന്റെ രോഗങ്ങൾ, പക്ഷെ മനസ്സിന്റെ രോഗങ്ങൾ ഇന്ന് കുറച്ച് കൂടിപ്പോയെന്ന് മാത്രമേ. അതാണ് സംഭവിച്ചത്. പക്ഷെ ഇന്ന് ആളുകൾക്ക് ഈമാൻ കുറഞ്ഞുപോയി. അതുകൊണ്ട് നമ്മൾ നമസ്കാരം ഇങ്ങനെ ദീർഘിപ്പിക്കണോ? ആളുകൾ ജമാഅത്തിന് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ദീർഘിപ്പിക്കേണ്ടതില്ല. ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ ജമാഅത്തിൽ എല്ലാ ആളുകൾക്കും ഇങ്ങനെ യോജിക്കാൻ സാധിക്കുമെങ്കിൽ, പരമാവധി ദീർഘിപ്പിച്ച് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തേത്, ജമാഅത്ത് മുടക്കുന്നതിനേക്കാൾ നല്ലത് അവസാനം പിരിഞ്ഞിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് കുറഞ്ഞ അളവിലാണെങ്കിൽ തറാവീഹ് നമസ്കരിക്കലാണ്. പക്ഷെ ഏറ്റവും നല്ലതിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. പരമാവധി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. അവസാനം കുറെ കാലം കഴിയുമ്പോഴെങ്കിലും സഹാബത്തിനെ പോലെ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉള്ള തറാവീഹ്. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉള്ള തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് അന്നത്തെ ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അമർ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് തമീം അദ്ദാരി റളിയല്ലാഹു അൻഹുമാ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരെ ഇമാമത്ത്, രണ്ട് ഉലമാക്കളായ സഹാബിമാരാണ്. അവരെ ഇമാമ നിർത്തി. അൻ യഖൂമ ലിന്നാസി ഫി റമളാൻ ഫകാന ഖാരു യഖറഉ ബിൽ മിഈൻ. അവർ എത്ര ആയിരുന്നു ഓതിയിരുന്നത് നമസ്കാരത്തിൽ? അൽ മിഈൻ എന്ന് പറഞ്ഞാൽ മുസ്ഹഫിലെ ആദ്യത്തെ വലിയ സൂറത്തുകൾ, ബഖറ, ആല ഇംറാൻ, അങ്ങനെയുള്ള സൂറത്തുകൾക്കാണ് അൽ മിഈൻ എന്ന് പറയുന്നത്. 100 കണക്കിന് ആയത്തുള്ള സൂറത്തുകൾ നടത്തി അങ്ങനെയുള്ള സൂറത്തുകളായിരുന്നു അവർ ഓരോ റക്അത്തിലും ഓതിയിരുന്നത്. അപ്പോൾ വളരെ ദീർഘമായിട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. എന്നിട്ട് ഈ സംഭവം പറയുന്ന റിപ്പോർട്ടർ പറയും, ഞങ്ങൾ വടിപിടിക്കുമായിരുന്നു മിൻ തൂലിൽ ഖിയാം, നൃത്തം ദീർഘിച്ചതിന്റെ പേരിൽ. അപ്പൊ ആദ്യമേ രോഗിയായിട്ട് വടികൊണ്ട് വരുന്ന ആളല്ല, കുറെ നേരം കഴിയുമ്പോൾ വടിയെടുക്കും നിൽക്കാൻ വേണ്ടി. ഫജ്ർ ആയിട്ടാണ് ഞങ്ങൾ മടങ്ങാറുള്ളത്. ഇപ്പൊ ഭക്ഷണം അവിടെ തന്നെ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് സമയം നേരത്തെ നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു അവരുടെ കാലത്തുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ അവസ്ഥ അതിന്റെ ഒരു തുടക്കം അന്ന് തന്നെ സംഭവിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ മറ്റൊരു സംഭവം അബൂ ഉസ്മാൻ അൻ-നഹദി റഹിമഹുല്ലാഹ് പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങളോട് ഇമാം നിൽക്കാൻ പറഞ്ഞു. യഖറഊന ഫി റമളാൻ ഫഅമ്മ അസ്റഉഹും, അതിൽ വേഗത്തിൽ ഓതുന്ന കാര്യമാണ്. ഖുർആത്ത് പല വേഗതയിലായിരിക്കും. വേഗത്തിൽ ഓതുന്ന ആളോട് പറഞ്ഞു അയ്യഖറഅ ബി 30 ആയ 30 ആയത്ത് ഓതാൻ വേണ്ടി റക്അത്ത് 30 ആയത്ത് എത്ര ഉണ്ടാവും? ഇന്നത്തെ നമ്മുടെ മുസ്ഹഫില് 15 വരിയാണ് ഒരു പേജിൽ. അപ്പോൾ ഒരു ആയത്ത് 2 വരി കൂട്ടിയാൽ ഒരായത്ത് 2 വരി ഏകദേശം കൂട്ടുകയാണെങ്കിൽ എത്ര? 4 പേജ് ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ 4 പുറം അത്രയും ഓതാൻ പറഞ്ഞു. വേഗത്തിൽ ഓടുന്ന ആളോട്. അതിൽ മിതമായ വേഗത്തിൽ ഓടുന്ന ആളോട് 25 ആയത്ത് ഓതാൻ പറഞ്ഞു. ഏറ്റവും പതുക്കി ഓടുന്ന ആളോട് 20 ആയത്ത് ഓതാൻ പറഞ്ഞു. ഏതായിരുന്നാലും നമ്മൾ നമസ്കരിക്കുന്നതിന് നേരെ ആയിട്ടുണ്ട്. നമ്മൾ പരമാവധി ഓതുന്ന പള്ളിയിൽ 2 പുറമായിരിക്കും, റക്അത്ത് തീർക്കുന്ന സ്ഥലത്ത് 2 പുറമായിരിക്കും. 4 പുറമായിരുന്നു ഓതാറുള്ളത്. അപ്പൊ ഇത് തമ്മിൽ വൈരുദ്ധ്യമില്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ 2 സംഭവം പണ്ഡിതന്മാർ പറയുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് എത്ര വർഷം ഉണ്ടായിരുന്നു? 10 വർഷം ഉണ്ടായിരുന്നു. തുടക്കത്തിലായിരുന്നു ആദ്യം പറഞ്ഞ സംഭവം. പിന്നീട് ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. ഈമാൻ കുറഞ്ഞ ആളുകളുണ്ടാവും, ഇൽമു കുറഞ്ഞ ആളുകളുണ്ടാവും, പുതിയതായ മുസ്ലിങ്ങളുണ്ടാവും. അപ്പൊ കുറച്ച് കുറച്ചിട്ട് ഇത്രയായിരുന്നു അവർ ഓതിയിരുന്നത്. ഇനി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമുക്ക് തറാവീഹ് ഇതുപോലെ നമസ്കരിക്കാൻ കഴിയാത്തത്? ഇന്ന് നമ്മൾ ലോകത്ത് നോക്കിയാൽ അധികം പള്ളികളിലും, മുസ്ലിമീങ്ങളുടെ അധികം പള്ളികളിലും ഏത് രാജ്യത്താണെങ്കിലും തറാവീഹ് നമസ്കാരം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ സമയം ദൈർഘ്യം കുറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് വരെ ദീർഘമായി നമസ്കരിക്കുന്ന പള്ളികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? റമദാന്റെ ലക്ഷ്യം നമ്മൾ മറന്നിട്ട്. റമദാനില്
നമ്മൾ തീറ്റയും കുടിയും വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അല്ലെ, റമദാൻ ആയാലും പ്രത്യേക ഓഫർ, എവിടെ ഹോട്ടൽ എന്തുമാത്രം ഒരു വൈരുദ്ധ്യമാണ്. നമ്മളെ ബേസിക്കാണ് ഹോട്ടലിന്റെ ഉടമകൾ റമദാനിൽ പ്രത്യേക ഓഫർ കൊടുക്കുന്ന ആള്. അങ്ങനെ ഭക്ഷണം കുറക്കാനുള്ള മാസമാണ് റമദാൻ. ഇമാം ഗസാലി റഹിമഹുല്ലാഹ്, ഗസാലി എന്ന് പറയുന്നത് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു സ്ഥാനമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇതിന്റെ അഖീദ നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കിതാബുകൾ സലഫി പണ്ഡിതന്മാര് പിന്നെ അതിലെ കേടുകൾ ഒഴിവാക്കി പരിഷ്കരിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഗസാലി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, റമദാനിൽ എന്തുകൊണ്ടാണ് ഭക്ഷണം ചുരുക്കാൻ പറഞ്ഞത്? ഭക്ഷണം കുറച്ചാൽ മനുഷ്യന്റെ ശഹവത്തുകൾ കുറയും. നമുക്ക് അനുഭവമുള്ളതാണ്. കുറെ ദിവസം പട്ടിണി കിടന്നാൽ നമുക്ക് പിന്നെ എല്ലാവിധ ശഹവത്തുകളും കുറയും. നമ്മുടെ വയറിന്റെ ശഹവത്താണ് അസ്ല്. വയറിന്റെ ശഹവത്ത് നമ്മൾ എത്രത്തോളം അതിനെ പൂർത്തീകരിക്കുന്നുവോ അതിനനുസരിച്ച് മറ്റു അവയവങ്ങളുടെ ശഹവത്ത് കൂടി വരും. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ഉണ്ട് നോമ്പ് എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്കും നോമ്പുണ്ട്, ക്രിസ്ത്യാനികൾക്കും നോമ്പുണ്ട്. എന്തുകൊണ്ടാണ്? എല്ലാ മതങ്ങളിലെയും ആ മതങ്ങൾ ഉണ്ടാക്കിയവർക്ക് അറിയാം മനുഷ്യനെ കുറച്ച് ആത്മീയമായി ഉയർത്തണമെങ്കിൽ അവന്റെ വികാരങ്ങളെ അമർത്തണം. അതിന് പട്ടിണിയാണ് ഏറ്റവും നല്ല വാർത്ത. പക്ഷെ ഇസ്ലാമിലെ പോലെ പരിപൂർണമായ നോമ്പ് മറ്റൊരു ദീനിലുമില്ല, പൂർണ്ണമായി പട്ടിണി കിടക്കുന്ന നോമ്പ്. അപ്പോ ഈ ഒരു ലക്ഷ്യം അത് നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഒരാൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? അതായത് പറയുകയാണ്, ചിലപ്പോ കുറെ നേരം പട്ടിണി കിടന്ന് പെട്ടെന്ന് കുറെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് സാധാരണഗതിയിൽ നോമ്പില്ലാത്ത ഒരാൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ശഹവത്ത് ഉണ്ടാകാൻ സാധ്യതയാണ്. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിന്റെ നേരെ വിപരീതമാണ് സംഭവിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാല് പെട്ടെന്ന് കിട്ടിയ സന്തോഷത്തിൽ അവന്റെ എല്ലാ ശഹവത്തുകളും ഇരട്ടിയാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് കാണാം, ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കുറെ ആളുകളുടെ ചോദ്യം നോമ്പ് നോറ്റ് ഭാര്യയുമായി ബന്ധപ്പെട്ടു അങ്ങനെയുള്ള മസാലകൾ ചോദിച്ചു വരുന്ന എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഭക്ഷണം കൂടുതലാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് ഭക്ഷണം കുറയേണ്ട സമയമാണ്. നമ്മുടെ ശഹവത്തുകൾ കുറയുകയും ഇബാദത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് കൂടുതൽ ശക്തി നേടുകയും ചെയ്യേണ്ട സന്ദർഭമാണ് നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് തുറക്കുമ്പോൾ ഒരു സാധാരണ ദിവസം നമ്മൾ എന്താണ് രാത്രി ഭക്ഷണം കഴിക്കുന്നത്, അത്രയും ഭക്ഷണം കഴിക്കുക. അത് മാത്രം അത്രേ കഴിക്കാൻ പാടുള്ളൂ റമദാനിൽ. നമ്മൾ നോമ്പിന്റെ പൂർണ്ണമായ ലക്ഷ്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കാത്ത. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ഒരാൾക്ക് എങ്ങനെയാണ് തറാവീഹ് നമസ്കരിക്കാൻ പറ്റുക? എന്നിട്ടാണ് പരാതി പറയുന്നത് തറാവീഹ് നീണ്ടുപോയി. കുറഞ്ഞ ഒരു വിശപ്പോട് കൂടിയായിരിക്കണം തറാവീഹ് നമസ്കരിക്കുന്നത്. അതിനുശേഷം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. നോമ്പ് തുറക്കുമ്പോൾ മിതമായ ഭക്ഷണം കഴിക്കാം. എന്നിട്ടൊരു വിശപ്പോടെ നിങ്ങൾ തറാവീഹ് നമസ്കരിച്ച് ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കും, ഒരു ക്ഷീണം ഉണ്ടാവുകയില്ല. നമുക്ക് മനസാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഇതാണ് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാരണം ഖുശൂ നഷ്ടപ്പെടാനും അതുപോലെ തന്നെ തറാവീഹ് നമുക്ക് ദീർഘമായി തോന്നാനും ഒക്കെയുള്ള കാരണം. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടെയും പ്രതിഫലേച്ഛയോടുകൂടിയും ആരാണോ ഖിയാമുൽ നമസ്കരിക്കുന്നത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ പാപങ്ങൾ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹ് ബുഖാരിയുടെ ശർഹ് എഴുതിയിട്ടുള്ള അബൂ സുലൈമാൻ അൽ ഖത്താബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു എന്താണ് പ്രതിഫലേച്ഛയോടുകൂടിയുള്ള നമസ്കാരം, പ്രതിഫലേച്ഛയോടുകൂടിയുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്യുന്ന ഈ അമല് നോമ്പാണെങ്കിലും തറാവീഹ് ആണെങ്കിലും അത് നീണ്ടുപോയി എന്ന ചിന്തയില്ലാതെ ചെയ്യുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തറാവീഹ് നമസ്കരിക്കുമ്പോൾ റക്അത്ത് ഇങ്ങനെ എണ്ണിക്കൊണ്ട് എത്ര ബാക്കി 6, 4 ഇങ്ങനെ എണ്ണിക്കൊണ്ട് നമസ്കരിക്കുന്നതല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്, ഇനിയും ഇത് ദീർഘിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടുകൂടി. ഇനി ശരീരം ക്ഷീണിക്കുകയാണെങ്കിൽ ശരീരം ക്ഷീണിച്ചാലും മനസ്സിന് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ക്ഷീണം നമ്മൾ അറിയില്ല ഒരു പരിധി വരെ. ശരീരത്തിന്റെ ക്ഷീണം നമ്മൾ മറന്നുപോകും. ഇനി ശരീരം ക്ഷീണിച്ചിട്ട് നമ്മൾ തറാവീഹ് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നണം? എന്റെ ക്ഷീണം കൊണ്ടാണല്ലോ, എനിക്ക് ക്ഷീണമില്ലാതിരുന്നെങ്കിൽ എനിക്ക് നമസ്കരിക്കാമായിരുന്നല്ലോ എന്നൊരു ആഗ്രഹം കൂടി നമുക്ക് തോന്നണം. അത് തോന്നിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞ രീതിയിലല്ല നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പ് നിൽക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു അമല് സലഫു സാലിഹ്യങ്ങൾ ചെയ്തിരുന്നത് പ്രത്യേകമായി റമദാനിൽ അവരുടെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്നത് അവരുടെ കറം ഔദാര്യമാണ്. റമദാൻ ആയാൽ അവർ സദഖയിൽ മത്സരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ പറഞ്ഞതുപോലെ സലഫുകളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ മുൻഗാമി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ സ്വഭാവം? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ഏറ്റവും വലിയ ഔദാര്യവാൻ. ഇത് പറയുന്നത്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം അറബികൾ ഔദാര്യത്തിന്റെ പേരിൽ അറിയപ്പെട്ടവരായിരുന്നു. ജാഹിലിയ കാലത്ത് ഒരുപാട് ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഔദാര്യം സദഖ ചെയ്യുക എന്നുള്ളത് അവർക്ക് വളരെയധികം ശീലമുള്ള കാര്യമാണ്. അത് ഇസ്ലാം പുതുതായിട്ട് കൊണ്ടുവന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഇബ്നു കസീർ ഒക്കെ പറയുന്നുണ്ട് ബിദായ നിഹായ. അദ്ദേഹം രാത്രിയായാൽ അന്വേഷിക്കും ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ, എന്നിട്ട് ആരും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കയില് എല്ലാ മനുഷ്യന്മാരുടെയും കാര്യം അന്വേഷിച്ചിട്ട് അവസാനം കുന്നിന്റെ മുകളിൽ കയറിയിട്ട് വല്ല കന്നുകാലികളോ പക്ഷികളും വിശന്നിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം നോക്കുമായിരുന്നു. അത്രമാത്രം ഔദാര്യവാന്മാരായ ആളുകൾ അവരെ അറിയുന്ന ആളാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്താണ് അദ്ദേഹം പറയുന്നത്? അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹാത്തിമു തായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചരിത്രം. അദ്ദേഹത്തിന്റെ മകൻ അദീ ഇബ്നു ഹാത്തിം സഹാബിയാണ്. ഹാത്തിമു തായിയാണ് ഏറ്റവും ഔദാര്യവാനായ അറബി എന്നറിയപ്പെടുന്നത്. ഔദാര്യത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുന്ന ആളാണ്. ഇതൊക്കെ അറബികൾക്ക് പരിചയമുണ്ട്. സദഖ എന്ന് പറയുന്നത് അവർക്ക് പുതിയതല്ല. അങ്ങനെയുള്ള അറബിയായ ഖുറൈശിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്ന, ജനങ്ങളിൽ ഏറ്റവും വലിയ ഔദാര്യവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അജ്വദ മാ യകൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഔദാര്യം കാണിക്കുക റമദാനിലാണ്. അപ്പോൾ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? കാന അജ്വദ ബിൽ ഖൈർ എന്ന് പറഞ്ഞാൽ സദഖ സഹായങ്ങൾ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതുപോലെയായിരുന്നു? മിനർ റീഹിൽ മുർസല, ആഞ്ഞു വീശുന്ന കാറ്റിനേക്കാൾ. ഒരു കാറ്റടിച്ചാൽ ഈത്തപ്പഴം പഴക്കുന്ന ഒരു തോട്ടത്തിലൊക്കെ കാറ്റടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഈത്തപ്പഴം ഉതിർന്നു വീണുകൊണ്ടിരിക്കും. അതുപോലെ അതിനേക്കാൾ കൂടുതലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യം റമദാനായി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ട മാതൃകയാണ്. മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്സുഹരി റഹിമഹുല്ലാഹ് അറിയപ്പെട്ട മുഹദ്ദിസാണ്. അദ്ദേഹം പറയുന്നു റമദാനായാൽ അദ്ദേഹം പറയും ഇനി നമുക്ക് രണ്ട് ജോലിയേ ഉള്ളൂ, ഖുർആൻ ഓതുക, ഭക്ഷണം കൊടുക്കുക. റമദാനിൽ ഇതേ ചെയ്യാനുള്ളത് അദ്ദേഹം പറയുമായിരുന്നു. അതുപോലെ തന്നെ ദഹബി റഹിമഹുല്ലാഹ് സിയർ അലാം നുബലായിൽ പറയുന്നത് കാണാം കാന ഹമ്മാദ് ഇബ്നു അബി സുലൈമാൻ എന്ന് പറയുന്ന ഇമാം, അദ്ദേഹം യുഫ്തിറു കുല്ല യൗമിൻ ഫി റമദാൻ യുഫ്തിറു ഫി കുല്ലി യൗമിൻ ഫി റമദാൻ 50 ഇൻസാനൻ, 50 പേരെ ദിവസവും നോമ്പ് തുറപ്പിക്കും. 50 മിസ്കീന്മാരെ വിളിച്ചിട്ട് അവരുടെ കൂടെ നോമ്പ് തുറക്കുക. കസാഹും സൗബൻ പെരുന്നാളായാൽ ഓരോരുത്തർക്കും ഓരോ സൗബും കൊടുക്കും. ഓരോരുത്തർക്കും 100 ദിർഹവും കൊടുക്കും. റമദാൻ ആയാൽ 50 മിസ്കീന്മാരെ ചെയ്യും ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റഹിമഹുല്ലാഹ്. എന്നിട്ട് അവരുടെ കൂടെ നോമ്പ് മുൻഗാമികളുടെ മാതൃകയുള്ള കാര്യമാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നോമ്പ് നോറ്റാൽ റമദാനിലാണെങ്കിലും സുന്നത്ത് നോമ്പാണെങ്കിലും നോമ്പ് നോറ്റാൽ ഒരു മിസ്കീന്റെ കൂടെ നോമ്പ് തുറക്കുകയുള്ളൂ. ഒരു മിസ്കീൻ എവിടെ നിന്നെങ്കിലും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക്. അങ്ങനെ ഒരു മിസ്കീനെ കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒന്ന് നോമ്പ് തുറക്കുമായിരുന്നു. അന്ന് നോമ്പ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അത്താഴത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടാകും. അന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും താബീഈങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കാണാവുന്ന റമദാൻ എടുത്തു പറയാവുന്ന ഒരു സ്വഭാവമാണ് ഔദാര്യം എന്ന് പറയുമ്പോൾ പിശാച് നമ്മുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഒരുപാട് സമ്പത്തുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് സദഖ എന്ന് പറയുന്നത്. അതൊരിക്കലും ശരിയല്ല. അല്ലാഹു തആല സ്വർഗ്ഗാവകാശികളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മുസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക. എന്നിട്ട് മുത്തഖീങ്ങൾ ആരാണ്? അല്ലദീന യുൻഫിഖൂന, അവർ ചെലവഴിക്കുന്നവരാണ്. ഫിസ്സറാഇ വദ്ദറാഇ, ആശ്വാസമുള്ള സമയത്തും ഞെരുക്കമുള്ള സമയത്തും. അതാണ് മുത്തഖീങ്ങളുടെ സ്വഭാവം. ഞെരുക്കമുള്ളപ്പോൾ സദഖ ചെയ്യും. ഞെരുക്കമുള്ളപ്പോൾ അതനുസരിച്ച് കൊടുക്കുക, അളവ് കുറച്ച് കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് ഒരു മുട്ടായി വാങ്ങിക്കൊടുത്താൽ അതും സദഖയാണ്. മിസ്കീനായ യതീമായ ഒരു കുട്ടി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവനെന്തെങ്കിലും ചെറുത് കൊടുക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, അദ്ദേഹം പള്ളിയിലേക്ക് ഇറങ്ങിയാൽ വെള്ളിയാഴ്ച ജുമാക്കാണോ ജമാഅത്തിനാണോന്ന് അറിയില്ല. ഏതായിരുന്നാലും പള്ളിയിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഒന്നെങ്കിൽ ജുമാക്ക് അല്ലെങ്കിൽ 5 നേരത്തെ ജമാഅത്ത് അദ്ദേഹം എന്തെങ്കിലും സദഖ ചെയ്തിട്ടേ പള്ളിയിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും വീട്ടിലുള്ള ഒരു കഷ്ണം റൊട്ടിയോ ഒരു ഉള്ളിയോ എന്തെങ്കിലും എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് അത് വഴിയിൽ കാണുന്ന ഒരാൾ കൊടുക്കും. അപ്പോൾ തൊൽഖുബിൻ ഹബീബ് എന്ന് പറയുന്ന താബിഈയെ കുറിച്ചാണ് പറഞ്ഞത്. ഇബ്നു തൈമിയ്യയും പള്ളിയിലേക്ക് പോകുമ്പോൾ സദഖ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൊൽഖുബിൻ ഹബീബാണ് അദ്ദേഹം ഉള്ളിയൊക്കെ എടുത്തിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് അത് സദഖ ചെയ്യുമായിരുന്നു. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് സലഫുകൾ അവരുടെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഒരു ഈത്തപ്പഴത്തിന്റെ കഷണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരുടെ മനസ്സിൽ തറച്ചുപോയി. നമ്മുടെ മനസ്സിൽ അത് കയറുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ
ഒരിക്കൽ അവരുടെ അടുത്ത് ഒരു മിസ്കീനായ സ്ത്രീ വന്നു. അവരുടെ കയ്യിൽ 2 കുട്ടികളും. ഉമ്മയും 2 കുട്ടികളും കണ്ടപ്പോ യാചകന്മാരാണ്, ചോദിച്ചു വന്നിരിക്കുകയാണ്, പട്ടിണിക്കാരൻ. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടിൽ തപ്പി നോക്കി 3 ഈത്തപ്പഴമാണുള്ളത്. ആലോചിച്ചു നോക്കി, അള്ളാഹുവിന്റെ റസൂലിന്റെ വീടാണ്. അവിടെ ഉള്ളത് 3 ഈത്തപ്പഴമാണ്. അതെടുത്തിട്ട് കൊടുത്തു. ഈ ഉമ്മ ഈ 2 കുട്ടികൾക്കും ഓരോന്ന് കൊടുത്തു. എന്നിട്ട് ഒരു ഈത്തപ്പഴം ഉമ്മ എടുത്ത് തിന്നാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾ വേഗം അവർക്ക് കിട്ടിയത് തിന്നു കഴിഞ്ഞ് പിന്നെ അവരിങ്ങനെ നോക്കാൻ തുടങ്ങി. കാരണം ഒരു ഈത്തപ്പഴം കൊണ്ട് വിശപ്പ് മാറില്ല. അപ്പൊ ഈ ഉമ്മ ഇവരെ ഈ വിഷമം കണ്ടപ്പോ ബാക്കിയുള്ള ഈത്തപ്പഴം എടുത്ത് 2 കഷ്ണമാക്കി അവർക്ക് കൊടുത്തു. ഈ ഒരു സംഭവം വീട്ടിൽ നടന്നിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഉള്ളത് കൊണ്ട് സദഖ ചെയ്യുക, അതായിരുന്നു സലഫുകളുടെ മാതൃക. ഇനി സദഖയെ കുറിച്ച് പറയുമ്പോ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മുൻഗാമികളുടെ സദഖയും നമ്മുടെ സദഖയും തമ്മിലുള്ള വ്യത്യാസം, 2 വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഒന്നെന്താണ്? ഒന്ന് സദഖ ചെയ്യുന്ന സമയത്ത് ഇത് അള്ളാഹു സ്വീകരിക്കുമോ എന്ന പേടിയോടെയായിരുന്നു മുൻഗാമികൾ സദഖ ചെയ്യുമായിരുന്നു. നമ്മളിപ്പോ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുമോ ഇല്ലേ എന്നൊരു പേടി നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ? നമ്മൾ ധൈര്യത്തോടെ കൊടുക്കാം. നമ്മൾ കൊടുത്തത് ഏറിപ്പോയോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പേടി. എന്നാൽ അവരുടെ പേടി ഈ സദഖ അള്ളാഹു സ്വീകരിക്കുമോ. ഇത് അള്ളാഹു തആല ഖുർആനിൽ പറയുകയാണ്, അല്ലദീന യുഅ്തൂന മാ ആതു. അവര് തങ്ങളുടെ കയ്യിലുള്ളതൊക്കെ എടുത്ത് കൊടുക്കും. അല്ലദീന യുഅ്തൂന മാ ആതു എങ്ങനെയാണ് കൊടുക്കുക? വഖുലൂബുഹും വജില, അവരുടെ ഖൽബ് പേടിച്ചിരിക്കുകയാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങി പോകണമല്ലോ എന്ന പേടിയോടെയാണ് സദഖ ചെയ്യുന്നത്. ഈ ആയത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇവർ പാപികളായ ആളുകളാണോ? കുറെ കാലം പാപങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം നന്നായിട്ട് ഞാൻ സദഖ ചെയ്ത് പേടിയുണ്ടാവും, ഞാൻ പണ്ട് ഇതൊക്കെ ചെയ്തവനാണല്ലോ, ആ പേടിയാണോ? വിശ്വാസം പറഞ്ഞു, അല്ല. അവർ പേടിക്കുന്നത് അവർ നമസ്കാരവും നോമ്പുമുള്ള സ്വാലിഹീങ്ങളായ ആളുകളാണ്. അവർ പേടിക്കുന്നത് യഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും, അല്ലാഹു സ്വീകരിക്കുമോ എന്ന പേടിയാണ്. അതാണ് അവരെ അലട്ടുന്ന പ്രശ്നം എന്ന് വിശ്വാസം പറയാം. അപ്പൊ ഈ പേടിയോടെയായിരിക്കും സദഖ. രണ്ടാമത്തേത് അവരുടെ പ്രത്യേകത, ഈ സദഖ വാങ്ങുന്ന മിസ്കീനെ അവർ ആദരിക്കുമായിരുന്നു. നമ്മൾ ഖുർആൻ നോക്കിയാൽ കാണാം യതീമിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല. ഇക്റാമുൽ യതീം എന്നുള്ള വാക്കാണ് അല്ലാഹു തആല ഉപയോഗിച്ചത്. യതീമിനെ ആദരിക്കുക. നമ്മൾ എന്താ ചെയ്യുക? ഇന്ന് പല ആളുകളും ചെയ്യുന്നത് കാണുമ്പോൾ വിഷമം തോന്നും. ഒരു യതീമിനൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവനെ പിന്നെ കാണുന്ന സ്ഥലത്തൊക്കെ വെച്ച് ഉപദേശിക്കും. അവനെ കൂടുതൽ ഉപദേശിക്കും. സ്വന്തം മക്കളൊന്നും ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപദേശിക്കും. അത് സ്നേഹം കൊണ്ടുള്ള ഉപദേശമല്ല. അവന് ചില്ലറ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവന് നന്നായിട്ട് നടക്കും. ഇവന്റെ മകൻ ചിലപ്പോ വലിയ തമ്മാടിയായിരിക്കും, അത് കുഴപ്പമില്ല. അങ്ങനെയല്ല അവർ സദഖ ചെയ്തിരുന്നത്. അവര് ഈ വാങ്ങുന്ന മിസ്കീനെ ആദരിച്ചുകൊണ്ടായിരുന്നു സദഖ ചെയ്യാറുള്ളത്. ചില സലഫുകളുടെ ചരിത്രത്തിൽ കാണാം സദഖ വാങ്ങാൻ വരുന്ന മിസ്കീന്മാരെ അവര് ഉമ്മ വെക്കുമായിരുന്നു, നെറ്റിയിൽ ചുംബിക്കുമായിരുന്നു. എന്നിട്ട് പറയും ഞങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ദൂതന്മാരാണ് നിങ്ങൾ എന്ന് അവരോട് പറയുമായിരുന്നു. കാരണം ഈ സദഖ നൽകുന്നവനാണോ വാങ്ങുന്നവനാണോ ലാഭം കൂടുതൽ? നമ്മളൊരാൾക്ക് നമ്മുടെ സ്വത്ത് മുഴുവൻ കൊടുത്തു വിചാരിക്കും മിസ്കീൻ. നമുക്കാണോ ലാഭം? ഈ വാങ്ങുന്നവനാണോ ലാഭം? നമുക്കാണ് ലാഭം. വാങ്ങുന്നവനത് ഉപയോഗിച്ച് തീരും. നമുക്കോ ആഖിറത്തിൽ ഉണ്ടാകും. അവിടെ ചെല്ലുമ്പോൾ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. ഇതാണോ വലുത്? അപ്പൊ യഥാർത്ഥത്തിൽ ഈ മിസ്കീനാണ് നമുക്കൊരു ഔദാര്യം ചെയ്തു തരുന്നത്. ഇത് വാങ്ങാൻ അവർ ഉണ്ടായത് കൊണ്ടാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ചിന്തയോടെയായിരുന്നു മുൻഗാമികൾ സദഖ ചെയ്തിരുന്നത്. ചില സലഫുകളുടെ ചരിത്രത്തിൽ കാണാം അവരുടെ സുഹൃത്തുക്കളോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കടലാസിൽ എഴുതിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. പണം എന്നെ സ്ഥലത്ത് വെക്കും. കാരണം ചോദ്യത്തിന്റെ ദില്ലത്ത് താഴ്മ നിങ്ങളുടെ മുഖത്ത് കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഒരാൾ സഹായം ചെയ്തിരിക്കുമ്പോൾ എന്റെ മുഖം ആ അഭിമാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. അത് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നവർ പറയുന്നത്. ഇങ്ങനെ മുഅ്മിനീങ്ങളായ ആളുകളുടെ അഭിമാനത്തെ ആദരിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ടായിരുന്നു മുൻഗാമികൾ സദഖ ചെയ്തത്. ഈ 2 പ്രത്യേകതകൾ അവരും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സലഫുകളുടെ ജീവിതത്തിൽ റമദാനിലുള്ള 3ാമത്തെ കാര്യം. ഇതൊരു ശീലമാക്കുക. ചെറുതോ വലുതോ ആയിട്ടുള്ള സദഖ. ഈ റമദാൻ തുടങ്ങിയ സമയത്ത് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു അറിയപ്പെട്ട സലഫി ആലിമിന്റെ മകൻ അദ്ദേഹം എഴുതിയത് വായിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു സ്ത്രീ, സൗദി അറേബ്യ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു സ്ത്രീ, മഹ്റമായിരിക്കും. അവർ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഷെയ്ഖ് ബിൻ ബാസിന്റെ ഭാര്യയുടെ സഹോദരന്റെ മകനാണ്, അദ്ദേഹത്തിന്റെ അമ്മായിയാണ് ഷെയ്ഖ് ബിൻ ബാസിന്റെ ഭാര്യ. അദ്ദേഹം പറയാണ്, അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട്. അപ്പോ ഇയാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ ഇപ്പോ പെട്ടെന്ന്, കാരണം ഇപ്പം ഈ രോഗത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ ആയതുകൊണ്ടായിരിക്കും കുറച്ച് മാർക്കറ്റൊക്കെ മോശമാണ്, കച്ചവടത്തിനൊന്നും വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ പറഞ്ഞു, അല്ലെങ്കിൽ ധൃതിയുണ്ട്, അത്യാവശ്യം. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധിയിലാണോ എന്ന് ചോദിച്ചു. ഇവർ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, റമദാൻ അടുത്ത് വരില്ലേ, അതുകൊണ്ടാണ് എന്നവർ പറഞ്ഞു. സദഖ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഉണ്ടായിട്ടല്ല, ഉള്ള സ്ഥലം സ്വത്ത് വെച്ചിട്ട് ഭൂമി വെച്ചിട്ടാണ് സദഖ ചെയ്യുന്നത്. ഇങ്ങനെയായിരുന്നു
ആയിരുന്നു ഇപ്പൊ അടുത്തുവരെ ജീവിച്ചിരിക്കുന്ന ഇവരൊക്കെ നമ്മുടെ യഥാർത്ഥത്തിൽ സലഫുകളാണ്. സലഫ് എന്ന് പറഞ്ഞാൽ സഹാബത്ത് മുതൽ അവർ പിന്തുടർന്നവരെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പൊ സാലിഹ്യങ്ങളായ ആളുകളുടെ സ്വഭാവം ഇതാ, അവർ സ്വതക്കയുടെ കാര്യത്തിൽ മത്സരിക്കും. റമദാനായാലും പ്രത്യേകിച്ച് മത്സരിക്കും. നാലാമത്തെ ഒരു കാര്യം സ്വഹാബത്തിന്റെയും മുൻഗാമികളുടെയും ജീവിതത്തിൽ റമദാനിൽ പ്രത്യേകമായി കാണുന്നത് നോമ്പിനെ പരിക്കുകളില്ലാതെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുമായിരുന്നു. നോമ്പ് എന്ന് പറയുന്നത് അമൂല്യമായ ഒരു വസ്തുവാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ 70 വർഷക്കാലം ദൂരം 70 വർഷം യാത്ര ചെയ്താൽ അത്രയും ദൂരം നരകത്തെ തൊട്ട് അവന്റെ മുഖത്തെ അള്ളാഹു അകറ്റിക്കളയും. നരകത്തിൽ നിന്ന് അള്ളാഹു ഒരാളെ രക്ഷപ്പെട്ടു ഒരു ദിവസം നോമ്പ് കൊണ്ട്. അപ്പൊ വലിയ അജറുള്ള കാര്യമാണ് നോമ്പ്. പക്ഷെ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണം. അള്ളാഹു താല നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലൽ ഞങ്ങൾ ഖബ്ലിക്കും. എന്തിനാണ് നിയമമാക്കിയത് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടി. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അള്ളാഹുവിന്റെ വിലക്കുകൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ തഖ്വക്കുള്ള പരിശീലനമാണ് നോമ്പ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് ഹറാമാണ് അല്ലെ? ഒരു സ്ത്രീയായിട്ട് ഒരാൾക്ക് ബന്ധമുണ്ട്, അന്യ സ്ത്രീയുമായി ബന്ധമുണ്ട്. അപ്പോ അവളെ വിളിക്കണം, സംസാരിക്കണം, അല്ലെങ്കിൽ ഹറാമ് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഒരു സിനിമ കാണണം, എന്തെങ്കിലും ഹറാമായ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നവർക്ക് അത് കേൾക്കണം, ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കണം. ഇതിനൊക്കെ മനസ്സിൽ ആഗ്രഹം തോന്നുന്നു. ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യരുത്. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം ജമാഅത്തിൽ പങ്കെടുക്കണം. പക്ഷെ ഫജ്റിന് എഴുന്നേൽക്കാൻ വയ്യ, കുറച്ചു നേരം കൂടി ഉറങ്ങാൻ തോന്നുന്നുണ്ടോ, ചെറിയ ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ജോലിക്കിടയിൽ കട കൂട്ടി ജമാഅത്തിന് പോയാൽ ഒരു 10 രൂപ നഷ്ടം വരും. ഇങ്ങനെയുള്ള ചിന്ത അത് വരുമ്പോ അല്ല അള്ളാഹുവിന്റെ കൽപ്പന ഇതാണ്. ഇതനുസരിച്ചാലേ മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇത് ഒഴിവാക്കിയിട്ട് നഷ്ടം വരുത്താൻ ആരോടും പറയുന്നില്ല, ഒരു നഷ്ടവുമില്ല. ഈ 10 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടി നാളെ പരലോകത്ത് കിട്ടാനുള്ളതാണ്. ഈ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുക, അതാണ് തഖ്വ എന്ന് പറയുന്നത്. അതിനുള്ള പരിശീലനമാണ് നോമ്പ്. എന്താണ് പരിശീലനം? നമുക്ക് വിശക്കും, രാവിലെ വിശക്കും, ഉച്ചയാകുമ്പോൾ വിശക്കും, വൈകുന്നേരം വിശക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നും. അപ്പൊ നമ്മള് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുകയാണ്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് അല്ലാഹു ഹലാലാക്കിയാണ്. റമദാൻ അല്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും. അത് നമ്മൾ ഒഴിവാക്കുകയാണ്. ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം വെള്ളം അത് നമ്മൾ കുടിക്കുന്നില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കും. നമുക്ക് വെള്ളം കിട്ടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടും. ഇപ്പൊ സാധാരണ റമദാൻ അല്ലെങ്കിൽ നമ്മൾ യാത്രയിലാണ്, നമുക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങും വെള്ളം കിട്ടാൻ വേണ്ടി. പക്ഷെ റമദാനിൽ നമ്മൾ അന്വേഷിക്കുന്നില്ല, വെള്ളം നമുക്ക് വേണ്ട. മഗ്‌രിബായാലും നമ്മൾ കുടിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ മറ്റുള്ള ശഹവത്തുകൾ നമ്മൾ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ അള്ളാഹു ഹലാലാക്കിയ ഭാര്യ അവരടുത്ത് പോകുന്നില്ല റമദാന്റെ പകൽ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ ഈ ബന്ധങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ ഈ പ്രവൃത്തികൾ അത് നമുക്ക് ഉപേക്ഷിച്ചുകൂടെ? റമദാൻ അല്ലാത്ത സമയത്ത് അതിലും റമദാൻ നമുക്ക് വേറൊരു സൂചന തരുന്നുണ്ട്. എന്താണ്? നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുമ്പോ ഇതൊക്കെ ഒഴിവാക്കി ഒരു നഷ്ടക്കാരനാവേണ്ടതില്ല. റമദാൻ കഴിഞ്ഞാൽ ഒരു പെരുന്നാൾ വരാനുണ്ട്. അതുവരെ നമ്മൾ ഒഴിവാക്കിയതെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു പെരുന്നാൾ. അതുപോലെ ഈ ജീവിതം കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ പെരുന്നാൾ വരാനുണ്ട് സ്വർഗത്തിൽ. അതിനുവേണ്ടിയാണ് ഇവിടെയുള്ള ഈ സ്ത്രീകൾ എല്ലാവിധ ന്യൂനതകളുമുള്ള, എല്ലാവിധ നജസുകളും പേര് നടക്കുന്ന വളരെ ദുസ്വഭാവികളായിട്ടുള്ള ഈ സ്ത്രീകൾ അവരൊഴിവാക്കിയാൽ പകരം കിട്ടാനുള്ളത് എന്താണ്? ഖൈറാത്തുൽ ഹിസാൻ. സൂറയിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഖൈറാത്തുൽ ഹിസാൻ, സൽസ്വഭാവികളും സുന്ദരികളും. ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ ആയത്താണ്, മാത്രം ആശയം ഉൾക്കൊള്ളുന്ന ആയത്താണ് ഖൈറാത്തുൽ ഹിസാൻ. ചില യുക്തിവാദികളും ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ പറയും ഈ മുസ്ലിമീങ്ങൾ അവർ സ്വർഗം എന്ന് പറഞ്ഞാൽ കുറെ സ്ത്രീകൾ, ഇതൊക്കെയാണ് സ്വർഗം. വെറും വസ്തുക്കൾ, പദാർത്ഥങ്ങളാണ് അവരുടെ ലക്ഷ്യം, ശരീരത്തിന്റെ സുഖങ്ങളാണ് ലക്ഷ്യം. അല്ല, അല്ലാഹു ഹൂറിനെ കുറിച്ച് പറഞ്ഞപ്പോ അവർ സുന്ദരികളാണെന്ന് പറഞ്ഞതിന് മുമ്പ് ഖൈറാത്തുൻ, സൽസ്വഭാവികളാണ്, ഹിസാൻ, പിന്നെയാണ് സുന്ദരികൾ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ സൽസ്വഭാവിയായ ഒരു ഇണയുണ്ടാവുക എന്നുള്ളത് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതും നല്ലൊരു കാര്യവുമാണ്. അതിന്റെ കൂടെയാണ് അല്ലാഹു തആല സൗന്ദര്യം എന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ നന്മക്ക് വേണ്ടിയാണ്, ഈ വലിയ അജറിന് വേണ്ടിയാണ് ഇതൊക്കെ ഒഴിവാക്കുന്നത്. ഈ ഭക്ഷണം ഒഴിവാക്കുന്നത് നാളെ സ്വർഗത്തിലുള്ള ഭക്ഷണത്തിന് വേണ്ടിയാണ്. ഹറാമായ ഭക്ഷണം, ഹറാമായ വരുമാനം നമുക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നാളെ പരലോകത്തിന് പകരം കിട്ടാൻ വേണ്ടിയാണ്. ഇതും റമദാനിൽ അല്ലാഹു തആല സൂചനയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. ഈ ബോധമുള്ളവരായിരുന്ന സലഫുകൾ അവർ നോമ്പ് നോറ്റാൽ ആ നോമ്പിനെ മോശമായി ബാധിക്കുന്ന, നോമ്പിന്റെ പ്രതിഫലം കുറച്ചു കളയുന്ന എല്ലാവിധ പ്രവൃത്തികളിൽ നിന്നും വിട്ടു നിൽക്കുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, മുൻഗാമികൾക്കിടയിൽ ഇഖ്തിലാഫുള്ള ഒരു മസലയാണ്
നോമ്പ് നോച്ചിട്ട് ഗീബത്ത് പറഞ്ഞാൽ നോമ്പ് മുറിയോ ഇല്ലേ എന്നുള്ളത് അത് ഇഖ്തിലാഫുള്ള ഒരു മസലയാണ്. നമ്മളിപ്പോ റമദാൻ മാസമായാൽ പല മസലകളും തർക്കം നടക്കും. തറാവീഹിന്റെ റക്അത്ത് ഇതൊന്നും സഹാബത്തിനിടയിൽ വലിയ തർക്കം ഉണ്ടായിട്ടില്ല. പക്ഷെ അവർക്കിടയിൽ ചർച്ചയുണ്ടായ വിഷയമാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായ വിഷയമാണ് ഗീബത്ത് പറഞ്ഞാൽ നോമ്പ് മുറിയുമോ ഇല്ലേ എന്നുള്ള വിഷയം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ചീത്ത വാക്കുകളും ചീത്ത പ്രവൃത്തികളും വിഡിത്തവും ഉപേക്ഷിക്കാത്തത് അവൻ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹുവിന് ആവശ്യമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവന്റെ നോമ്പ് ബാത്തിലാകുമെന്നാണോ? അങ്ങനെ ബാത്തിലാകുമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ ഫഖീഹാണ്, ഏറ്റവും വലിയ പണ്ഡിതനാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുപോലെ ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് താബിഈങ്ങളുടെ കാലത്തെ ഇമാമാണ്. ഇമാം ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് അവർക്ക് ഈ അഭിപ്രായക്കാരാണ് നോമ്പ് ബാത്തിലാകും. അത് ശരിയല്ല എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നോമ്പ് ബാത്തിലാകുമെന്ന അഭിപ്രായം ശരിയല്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. പക്ഷേ എല്ലാ പണ്ഡിതന്മാർക്കിടയിലും ഇജ്മാ ഉള്ള കാര്യമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു മുസ്ലിമീങ്ങളുടെ എല്ലാ ഇമാമിയങ്ങളും ഏകോപിച്ചിരിക്കുന്നു മാസിയത്തുകൾ കാരണം നോമ്പിന്റെ അജ്ർ കുറഞ്ഞു പോകുമെന്ന കാര്യത്തിൽ, നോമ്പിന്റെ പ്രതിഫലം കുറയുമെന്ന കാര്യം തർക്കമില്ല. എന്തൊരു മാസിയത്ത്, ഒരു നോട്ടമാകട്ടെ, അല്ലെങ്കിൽ ഒരു ഹറാമായ വാക്ക് കേൾക്കുന്നതാകട്ടെ, ഒരു ഗീബത്ത് നമ്മൾ പറയുന്നതാകട്ടെ, അതിന് ചെവി കൊടുക്കുന്നതാകട്ടെ, മറ്റെന്ത് മാസിയത്താകട്ടെ, അതുകൊണ്ട് നോമ്പിന്റെ അജ്ർ കുറയുമെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ഈ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. മുൻഗാമികളുടെ കാലത്ത് ഒരുപക്ഷെ നോമ്പിന്റെ പ്രതിഫലം കുറച്ചു കളയുന്ന മാസിയത്തുകൾക്കുള്ള അവസരങ്ങൾ എത്രയോ കുറവായിരിക്കും. അവരുടെ കാലത്ത് എന്ത് മാസിയത്തിനാണ് സാധ്യതകളുള്ളത്? എന്നാൽ ഇന്നത്തെ കാലത്തോ മാസിയത്തുകളുടെ സാധ്യതകൾ എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ ചെറുപ്പത്തിലും എപ്പോഴുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അന്ന് നമുക്കൊരു തെറ്റ് ചെയ്യാനുള്ള മാധ്യമം ടി വി ആയിരുന്നു. ഈ ടി വി എന്ന് പറയുന്നത് റമദാൻ മാസമായാൽ ചാനലുകളിൽ വരെ കുറച്ച് ഷെയറുകൾ കുറയുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിക്കവാറും വീടുകൾ അത് ഓഫാക്കി വെക്കും. എന്നാൽ ഇന്ന് ഓരോരുത്തരുടെയും പോക്കറ്റ് നമുക്കൊരു മൂലയിൽ പോയിരുന്ന് ഉദ്ദേശിക്കുന്ന തോന്നിയവസം കാണാനുള്ള സാഹചര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളോട് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഹറാമായ രൂപത്തിൽ ആശയവിനിമയം നടത്താനുള്ള സാഹചര്യം, ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, ഈ ഒരു പോയിന്റ് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഹാബത്ത് അവരുടെ കാലത്ത് ഒരു വാക്കുകൊണ്ട് തങ്ങളുടെ നോമ്പ് മുറിഞ്ഞു പോകുമോ എന്ന് പേടിക്കുമായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റമദാനായാൽ പറയുന്നതായി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നത് കാണാം. നോമ്പായി കഴിഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോയിരിക്കും അദ്ദേഹം ശിഷ്യന്മാർ. എന്നിട്ട് പറയും നുതഹിറു സിയാമനാ, നമ്മുടെ നോമ്പിനെ നമുക്ക് ശുദ്ധീകരിക്കാം, വൃത്തിയാക്കാം. കാരണം പള്ളിയിൽ ഇരുന്നാൽ ദുനിയാവിന്റെ സംസാരം കുറവായിരിക്കും, ഗീബത്തും നമീമത്തും കുറവായിരിക്കും. പുറത്തിറങ്ങിയാൽ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ നോമ്പിനെ നമുക്ക് സംരക്ഷിക്കാം പള്ളിയിൽ ഇരുന്നുകൊണ്ട് എന്ന് പറയുമായിരുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു ഉപദേശം, ഇദാ സുംത ഫല്യസും സമഉക വബസറുക വലിസാനുക, നീ നോമ്പ് നോറ്റാൽ നിന്റെ കാതും കണ്ണും നാവും എല്ലാം നോമ്പുകാരായിരിക്കണം. നിന്റെ ശരീരം മുഴുവൻ നോമ്പുകാരനായിരിക്കണം. ഹറാമ് കേൾക്കരുത്, ഹറാമ് പറയരുത്, ഹറാമിലേക്ക് നോക്കരുത്. അദ്ദേഹം പറയുകയാണ് അയൽവാസിയെ ഉപദ്രവിക്കുന്നത് നീ സൂക്ഷിക്കുക. നിന്റെ നോമ്പ് ദിവസമായാൽ, നീ നോമ്പ് നോറ്റ ദിവസമായാൽ നിനക്കൊരു വഖാറും സക്കീനത്തും ഉണ്ടാകണം. ഗാംഭീര്യവും ശാന്തതയും. തമാശ പറഞ്ഞ് അനാവശ്യമായി സംസാരിച്ച് ഒച്ചയിട്ട് ഇങ്ങനെ നടക്കരുത്. ഒരു ശാന്തതയും ഗാംഭീര്യവും ഉണ്ടാകും. കാരണം നോമ്പെന്ന് പറയുന്നത് ഇബാദത്താണ്. നമസ്കരിക്കാൻ നിന്നാൽ എങ്ങനെയാണ് നിൽക്കുന്നത്? പരമാവധി അതുപോലെ നിൽക്കാൻ ശ്രമിക്കുക. നോമ്പ് നോക്കുമ്പോഴും ശാന്തതയോടെയും ഗാംഭീര്യത്തോടെയും നിൽക്കാൻ ശ്രമിക്കുക. അദ്ദേഹം പറയുന്നു നോമ്പുള്ള ദിവസവും ഇല്ലാത്ത ദിവസവും നീ ഒരുപോലെ നോമ്പുള്ള ദിവസം പ്രത്യേകം ശ്രദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ശാന്തതയോടെ ഗാംഭീര്യത്തോടെ ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം താബിഈയായ ഒരു ഇമാമാണ്, മുഫസ്സിറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുക്കൽ പോയിട്ട് ഖുർആൻ 2 തവണ പഠിച്ചിട്ടുണ്ട്. തഫ്സീർ ഓരോ ആയത്ത് മോദിയിട്ട് അതിന്റെ തഫ്സീർ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു. അങ്ങനെ 2 പ്രാവശ്യം ഖത്തം തീർത്തിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് സുജൂദിൽ കിടന്നുകൊണ്ടാണ്. മുജാഹിദ് ബിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, 2 സ്വഭാവങ്ങൾ മൻ ഹഫിളഹുമാ, അതാരാണോ സൂക്ഷിച്ചത് അഥവാ ഉപേക്ഷിച്ചത് അവന്റെ നോമ്പ് രക്ഷപ്പെട്ടു. എന്നാലേ അവന്റെ നോമ്പ് രക്ഷപ്പെടുകയുള്ളൂ. എന്തൊക്കെയാണ്? അൽ ഗീബത്തു വൽ കദിബ്, ഗീബത്തും കളവും. കളവ് ഒരു പക്ഷെ നമ്മളൊക്കെ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. വ്യക്തമായ കളവ് പറയുന്നത് കുറവായിരിക്കും. തമാശയായി ചിലപ്പോൾ പറയുന്നുണ്ടാകും. അത് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയെ കണ്ടു. അവരവരുടെ മകനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയെ എന്തോ ഒരു കാര്യം കയ്യിൽ എടുത്ത് പിടിച്ചു, ഒരു വസ്തു ഇങ്ങനെ കയ്യിൽ പിടിച്ചതുപോലെ കാണിച്ച് ആ കുട്ടിയെ വിളിക്കുന്നു. ഒരു തെമ്ര് കാണിച്ചു.
അപ്പൊ ഈ കുട്ടി ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചു, ആ കുട്ടി വന്നാൽ നീ ആ തമ്പർ കൊടുക്കുമോ? അവർ പറഞ്ഞു കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. വിശ്വാസം പറഞ്ഞു, അങ്ങനെ നീ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ പേരിൽ ഒരു കളവ് രേഖപ്പെടുത്തുമായിരുന്നു. അങ്ങനെ തമാശയായിട്ട് കളവ് പറയുന്നത് സൂക്ഷിക്കുക. രണ്ടാമത്തേത് ഗീബത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മുസീബത്താണ്. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാരുടെ പഴമാണ് ഗീബത്ത്. എന്നാൽ ദീന് കൂടുതലുള്ളവർ പിശാച് പിടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഗീബത്ത്. പഴം നമുക്ക് വിശപ്പ് മാറിയിട്ട് വയറ് നിറഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ പഴം തിന്നുന്നത്. ആവശ്യമില്ലാതെ പഴം കുറെ നമ്മുടെ പാത്രത്തിൽ വെച്ച് നമ്മൾ ഇങ്ങനെ രസിക്കാൻ വേണ്ടി തിന്നുന്നതാണ് പഴം. അതുപോലെ പണ്ഡിതന്മാർ അറിവുള്ള ആളുകൾ ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഗീബത്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഗീബത്തിനെ അല്ലാഹു തആല വളരെ ആക്ഷേപിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിന ദന്നി ഇന്ന ബഅദ ദന്നി ഇസ്മുൻ വലാ തജസ്സസു. നിങ്ങൾ പരസ്പരം തെറ്റായ ഊഹങ്ങൾ വെച്ച് പുലർത്തരുത്. വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. ഒരാളുടെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ചൂഞ്ഞന്വേഷിക്കരുത്. വലാ യഖ്തബ് ബഅദുകും ബഅദാ, പരസ്പരം ഗീബത്ത് പറയരുത്. എന്നിട്ട് ഗീബത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, തന്റെ സഹോദരന്റെ ശരീരത്തിൽ നിന്ന് മയ്യത്തിന്റെ ഇറച്ചി തിന്നുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമൂഹു, നിങ്ങളൊക്കെ അത് വെറുക്കുകയാണല്ലോ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോ മയ്യത്ത് തിന്നുന്നത് പോലെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. പണ്ഡിതന്മാരെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ ഉപമിച്ചത്? അല്ലാഹു തആല ഖുർആനിൽ ഒരു ഉപമ പറഞ്ഞാൽ അതിന് വലിയൊരു ലക്ഷ്യമുണ്ടാകും. ഒരു ഉപമക്കും സൂചനയുണ്ടാകും. ഗീബത്ത് പറയുന്നതിനെ പിന്നെ മയ്യത്ത് തിന്നുന്നതിനോട് ഉപമിക്കാൻ കാരണം എന്താണ്? മയ്യത്തിന്റെ പ്രത്യേകത എന്താ? മയ്യത്തിന് അനങ്ങാൻ പറ്റില്ല അല്ലെ? മയ്യത്ത് വേണമെങ്കിൽ തിന്നാ നമുക്ക് മുറിച്ചെടുക്കാം, എന്ത് ചെയ്യാം. അതുപോലെയാണ് ഗീബത്ത് പറയുന്നത്. അവിടെ ഇല്ലാത്ത ഒരാളുടെ കുറ്റം പറയുകയാണ്. അതിന് ധൈര്യത്തിന്റെ ആവശ്യമില്ല. ആരെക്കുറിച്ച് എന്ത് പറയാം. അപ്പോ ഒരു ഭീരുവിന്റെ അടയാളമാണ് അല്ലെ? തന്റെ ധൈര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മയ്യത്തിന്റെ മേത്ത് പോയി അടിക്കുന്നവനെ പോലെയാണ് ഗീബത്ത് പറയുന്നത്. മറ്റുള്ളവരുടെ കുറ്റം അവർ ഹാജരില്ലാത്ത സമയത്ത് ശറഅ അനുവദിക്കാത്ത രൂപത്തിൽ ശറഅ അനുവദിച്ച സാഹചര്യങ്ങളുണ്ട്. ഒരാൾക്ക് വിവാഹ ആലോചന വന്നു, അല്ലെങ്കിൽ ഒരാൾ ജനങ്ങളെ ദീനിന്റെ കാര്യത്തിൽ വഴിപഴപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വളരെ ഇടുങ്ങിയ സാഹചര്യങ്ങളിൽ, നിർണായകമായ ഘട്ടങ്ങളിൽ നമുക്ക് പറയാൻ അനുവാദമുണ്ട്. അതല്ലാതെ നമ്മുടെ കൂടെയുള്ള ചില ആളുകൾ വളരെ ദയനീയമായ അവസ്ഥയായിരിക്കും. 3 സുഹൃത്തുക്കൾ സാധാരണ പറയാറുണ്ട്. 3 സുഹൃത്തുക്കൾ ഉണ്ടാകും. അവര് 3 പേര് ഒരു റൂമിലായിരിക്കും. അതിൽ ഒരാൾ ടോയ്ലറ്റ് കയറിയാൽ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ ഈ 2 പേര് അവന്റെ കുറ്റം പറയാം. തമാശയായിട്ടായിരിക്കും. അവനിങ്ങോട്ട് വന്നാൽ മറ്റേ ആൾ പോയാ ബാക്കിയുള്ള 2 ആളുകൾ മൂന്നാമത്തെ കുറ്റം പറയും. ഈ അവസ്ഥ ഒരിക്കലും ഒരു മുൻപ് യോജിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മാസിയത്താണ്. ഖുർആനിൽ ഇതുപോലൊരു ഉപമ അപൂർവമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അയ്യഖുല ലഹ്മ അഖീഹി മൈത, തന്റെ സഹോദരന്റെ മാംസം അവന്റെ മയ്യത്ത് എടുത്ത് തിന്നുന്നത് പോലെയാണ്. ഗീബത്ത് കൊണ്ടുള്ള ദോഷം എന്താണ് സഹോദരങ്ങളെ? നമുക്ക് ഇതിന്റെ അളവ് കണക്കാക്കാൻ സാധിക്കില്ല. നമ്മൾ എത്ര ആളുകളുടെ കുറ്റം ഇതുവരെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എണ്ണാൻ സാധിക്കില്ല. ഇവർക്കൊക്കെ നാളെ പരലോകത്ത് അല്ലാഹു തആല പ്രതിക്രിയ നടപ്പിലാക്കും. അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ എടുത്തു കൊടുക്കും. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില ഇമാമികൾ പറഞ്ഞത്, ഞാൻ ആരെങ്കിലും ഗീബത്ത് പറയുമായിരുന്നെങ്കിൽ എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ഗീബത്ത് പറയും. കാരണം എന്റെ ഹസനാത്ത് പുണ്യങ്ങൾ എടുത്തു കൊടുക്കാൻ അവർക്ക് കിട്ടിക്കോട്ടെ. എന്തിനാണ് നാട്ടുകാർക്ക് കൊടുക്കുന്നത്? ഗീബത്ത് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. തന്റെ ശത്രുക്കൾക്ക് തന്റെ ഹസനാത്ത് സംഭാവന ചെയ്യുന്നവനാണ്. അല്ലേ? ആരെ നമ്മൾ കുറ്റം പറയാൻ സാധാരണ നമ്മൾ വെറുക്കുന്ന ഒരാളെ. ഈ വെറുക്കുന്നവന് നമ്മൾ കഷ്ടപ്പെട്ട് തഹജ്ജുദ് നമസ്കരിച്ചതും നമ്മൾ കഷ്ടപ്പെട്ട് ഖുർആൻ ഓതിയതൊക്കെ ഈ നമ്മുടെ ശത്രുവിനെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. എന്തുമാത്രം വലിയ അബദ്ധമാണ് ആലോചിച്ചു. അതിൽ നമ്മൾ ജിഹാദ് നടത്തണം. സ്വന്തം നഫ്സിനെതിരെ വലിയ പ്രയാസം തന്നെയാണ്. നാവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗ്ഗത്തിൽ അധ്വാനിക്കുന്നവർക്ക് അവരുടെ മാർഗ്ഗം എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗീബത്ത് പറയാത്ത ആളുകളുമായുള്ള അവരുമായി സഹവസിക്കുക. പരമാവധി ആളുകളുമായുള്ള അനാവശ്യമായ സഹവാസം കുറക്കുക. അതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം. അതുപോലെ നമ്മുടെ ഓരോ വാക്കുകളെ കുറിച്ചും ഹിസാബ് നടത്തുക. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇന്ന് പകൽ എന്തൊക്കെയാണ് ഞാൻ സംസാരിച്ചത് അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അങ്ങനെയൊക്കെ ആയാൽ നമുക്ക് ഈ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, ഖാല റജുലുൻ യാ റസൂലല്ലാഹ് ഇന്ന ഫുലാന യുദ്കറു മിൻ കസ്റതി സ്വലാത്തിഹാ വസദഖതിഹാ വസിയാമിഹാ. അവൾ ധാരാളം സദഖ ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്. വലിയ ആബിദത്തായിട്ടുള്ള ഒരു പെണ്ണാണ്. ഗൈറ അന്നഹാ തുഅതി ജീറാനഹാ ബിലിസാനിഹാ. പക്ഷെ നാവ് കൊണ്ട് തന്റെ അയൽവാസികളെ അവൾ ഉപദ്രവിക്കുന്നുണ്ട്, ഗീബത്ത് പറയുന്നുണ്ട്. അവൾ നരകത്തിലാണ്. അല്ലാഹു അറിയിച്ചു കൊടുത്തിരിക്കും അവരുടെ ഹിസാബ് കഴിയുമ്പോൾ നരകത്തിലേക്ക് പോകാനുള്ളതാണ്.
മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു അവര് കൂടുതൽ നമസ്കരിക്കുന്നോ നോമ്പ് നിൽക്കുന്നോ ഒന്നുമില്ല. ഇന്ന ഫുലാന യുദ്കറു മിൻ ഖില്ലത്തി സിയാമിഹാ വസലാത്തിഹാ, അവളുടെ നോമ്പ് നമസ്കാരമൊക്കെ കുറവാണ്, ഫർളേ ഉള്ളൂ, സുന്നത്തായിട്ട് കൂടുതലൊന്നുമില്ല. വഅന്നഹ തതസദ്ദഖു ബിൽ അസ്വാബ്, അവര് വളരെ കുറഞ്ഞ അളവ് മാത്രം സദഖ ചെയ്യുന്നുള്ളൂ, എന്തെങ്കിലും വസ്ത്രം, പഴയ വസ്ത്രമോ മറ്റൊക്കെ എടുത്ത് സദഖ ചെയ്യും. വലാ തുഅദി ജീറാനഹ, പക്ഷെ ആർക്കും അവരെ കൊണ്ട് ഉപദ്രവമില്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ടാവും, നമ്മുടെ പരിചയത്തിലുണ്ടാവും ചില ആളുകൾ, അവര് ഇബാദത്തിന്റെ കാര്യത്തിലൊന്നും മത്സരിക്കുന്നൊന്നുമില്ല, പക്ഷെ ആർക്കും അവരെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാധുക്കളായ ചില ആളുകളുണ്ടാവും. അങ്ങനെയല്ല നമ്മൾ ആവേണ്ടത്. അവരെല്ലാം നമ്മുടെ മാതൃക രണ്ടുള്ളവരാണ്, പക്ഷെ താരതമ്യേന നല്ലത് അവരാണ്, ആർക്കും ഉപദ്രവമില്ലാതെ ജീവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹിയ ഫിൽ ജന്ന, അവള് സ്വർഗ്ഗത്തിൽ. ഇതൊരു ഖാഇദയാണ്, ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ എടുത്തു വെക്കേണ്ട, കുത്തിവെക്കേണ്ട ഒരു തത്വമാണ്. എപ്പോഴും തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ മുൻഗണന കൊടുക്കേണ്ട. ഒരു പുണ്യം നേടിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഒരു മാസികത്ത് നമ്മുടെ രേഖയിൽ കടന്നുകൂടരുത്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതാണ് സലഫുകളുടെ ജീവിതത്തിലുള്ള അടുത്ത കാര്യം. ഇനി സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ സാന്ദർഭികമായി പറയാനുള്ളത് റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമ്മുടെ അമലുകളെ മുറിപ്പെടുത്തുന്ന, നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ പ്രതിഫലം കുറച്ച് കളയുന്ന പാപങ്ങൾ അത് സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒക്കെ അടുത്ത് വെച്ച് വരുന്ന കാര്യമാണ് കണ്ണുകൊണ്ടുള്ള പാപങ്ങൾ, നോട്ടം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എളുപ്പമായിട്ടുണ്ട്, നമ്മുടെ ഒക്കെ പോക്കറ്റില് ഹറാമുണ്ട്. മുമ്പ് കാലത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു നമുക്ക് പ്രശ്നം, നമുക്ക് വീട്ടിലോ പള്ളിയിലോ വരുന്ന രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ഒക്കെ നെഞ്ചത്ത് തന്നെ ഇത് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്, ഹറാമുകളിലേക്ക് നോക്കാനുള്ള മാർഗം. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ശൈത്താൻ നമ്മെ പേപ്പിക്കുക ഖുത്വാത്തായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ കുറിച്ച് പറഞ്ഞത് ഖുത്വാത്ത് ശൈത്താൻ, ശൈത്താന്റെ കാലടികളെ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം എന്താ? ഒറ്റയടിക്കല്ല ശൈത്താൻ പേപ്പിക്കുക, കാലടികൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പായിട്ടാണ് പേപ്പിക്കുക. ആദ്യം ചെറിയൊരു തെറ്റ് ചെയ്യിപ്പിക്കും. ആദ്യം ശൈത്താൻ ചെയ്യുക ഒരു പുണ്യം തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ദറജ കുറഞ്ഞ ഒരു സൽക്കർമ്മം തന്നെ ചെയ്യിപ്പിക്കും. പിന്നെ അടുത്ത പടിയായി അത് നിർത്തിക്കും. പിന്നെ ചെറുപാപങ്ങൾ ചെയ്യിപ്പിക്കും, പിന്നെ വൻപാപങ്ങൾ ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് പിശാച് പഠിപ്പിക്കുക. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. പല ആളുകളുടെയും അടുത്ത് കണ്ടിട്ടുണ്ട്, നമ്മുടെ ഒക്കെ അടുത്ത് സംഭവിച്ചു പോകുന്നതാണ്. അല്ലാഹു തആല പുറത്തു തരട്ടെ. ഈ മൊബൈൽ ഫോണിൽ പിന്നെ വീഡിയോകൾ, അനാവശ്യമായ വീഡിയോകൾ, അടിസ്ഥാനപരമായി രൂപങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയിട്ടുള്ളതാണ്. അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ, ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ അദാബുള്ളവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹദീസ് കേട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് പിന്നെ ഈ ഫോട്ടോയും വീഡിയോ കൊണ്ടിറക്കാൻ സാധിക്കുക? അപൂർവം ചില പണ്ഡിതന്മാര് ക്യാമറ കൊണ്ടുള്ള ഫോട്ടോ അനുവദിച്ചിട്ട് അപൂർവം, വളരെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം. അത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്ക് ഒരു ന്യൂനപക്ഷമാണ്. അങ്ങനെ ഒരു അഭിപ്രായം അത് പറഞ്ഞ ഒരാളെ അങ്ങനെ അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു ഉദറുണ്ട്. പക്ഷേ അത് തെറ്റാണ്, ആ അഭിപ്രായം തെറ്റാണെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ദഅവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വീഡിയോ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അത് ദഅവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, അങ്ങനെ ഒരു അഭിപ്രായം ശരിയാണ് എന്ന് തോന്നുന്നവർക്ക് അത് ചെയ്യാം, അങ്ങനെയുള്ളത് കാണാം. അത് തെറ്റാണ് എന്ന് തോന്നുന്നവനോ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇത് ദഅവത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിയായ ക്ലാസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നവരാണെങ്കിൽ തന്നെ യൂട്യൂബിൽ കയറി അതിനപ്പുറത്തുള്ളവരാണ് കാണുന്നത്, അപ്പുറത്തുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഈ ന്യൂസ് കാണാൻ ആരാണ് നമുക്ക് അനുവാദം തന്നത്? ഒരു സ്ത്രീ വായിക്കുന്ന ന്യൂസ്, അതും പൂർണ്ണമായ തബറുജ്, അല്ലാഹു തആല ശപിച്ച സ്ത്രീകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകളുടെ രൂപം കാണാൻ നമുക്ക് ആരാണ് അനുവാദം തന്നത്? അതിനെന്ത് അനുവാദമാണുള്ളത്? നമുക്കറിയില്ലേ ജുറൈജിന്റെ ഹദീസ്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത കഥ. ഉമ്മ ആ വ്യക്തിയോട് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞ് എന്താണ് പറഞ്ഞത്? നീ ദുസ്വഭാവികളായിട്ടുള്ള ചീത്ത സ്ത്രീകളുടെ മുഖം കാണാതെ മരിച്ചു പോകരുത് എന്നാണ് പറഞ്ഞത്. നോക്കൂ, വ്യഭിചാരികളായിട്ടുള്ള വേശ്യകളായിട്ടുള്ള സ്ത്രീകളുടെ മുഖം കാണാതെ നീ മരിച്ചു പോകരുത്. അവരുമായി വ്യഭിചരിക്കണം എന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള ഹറാമ് ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ മുഖം കാണാതെ നീ മരിക്കരുത് എന്നാണ് ഉമ്മ ശപിച്ചത്. അപ്പൊ ഒരു ശാപവാക്കായിട്ടാണ് ഇത് പരിചയപ്പെടുത്തിയത്, ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണുക എന്നുള്ളത്. അപ്പോ അങ്ങനെയുള്ള വാർത്തകൾ കണ്ട് ഒരു ആവശ്യവുമില്ലാതെ അതിന്റെയൊക്കെ പിന്നാലെ സമയം കളയുന്ന ആളുകൾ, അത് പിശാച് അവരെ പഴിപ്പിക്കുന്നതാണ് പതുക്കെ. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു സിനിമയിൽ നിന്നുള്ള രംഗം കൂടി അതിന്റെ ഉള്ളിലുണ്ടാകും, ട്രോളായിരിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഏതായാലും ഇത് ഈ സിനിമയിൽ നിന്ന് എടുത്തതാണ്, ഇനി ആ സിനിമ കൂടി കാണാൻ അധികം താമസം ഉണ്ടാവുകയില്ല. പതുക്കെ അങ്ങോട്ട് എത്തും. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഗൈറത്ത് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെയുള്ളത് കണ്ടു നടക്കുന്ന ഒരാൾക്ക് തങ്ങളുടെ മക്കളെ എങ്ങനെയാണ് തടയാൻ പറ്റുക? ഹറാമുകളിൽ നിന്ന് അവർ സിനിമ കാണുന്നുണ്ടെങ്കിൽ വാപ്പാക്ക് എന്ത് അധികാരമാണ് തടയാനുള്ളത്?
പറയാനുള്ളത്? വാപ്പ കാണുന്ന വാർത്തയും ഇവൻ കാണുന്ന സിനിമയും തമ്മിൽ എന്താ വ്യത്യാസം? സിനിമയിലും വലിയ ഉപകാരം, അതിനും വലിയ മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആളുകൾ കാണുന്നത്. അതുകൊണ്ട് ഹറാമുകളുടെയും നമ്മുടെയും ഇടയിൽ ഒരു മതിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് പോയി ഇങ്ങനെ നോക്കി തലയിട്ട് നിൽക്കരുത്. പറഞ്ഞത് അലാ വഇന്ന ലികുല്ലി മലികിൻ ഹിമ, ഓരോ രാജാവിനും ഒരു അതിരുണ്ട്. അലാ വഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, അല്ലാഹുവിന്റെ അതിരാണ് ഹറാമുകൾ. അതിന്റെ അടുത്ത് പോയി നിൽക്കരുത്. അങ്ങനെ നിൽക്കുന്നവനെ കുറിച്ച് പറഞ്ഞത് കറാഇ യർആ ഹൗലൽ ഹിമ, ഒരു ആട് മേയ്ക്കുന്നവനെ പോലെയാണ്. അവൻ അതിരിന് ചുറ്റുമാണ് മേയ്ക്കുന്നത്. ഒരാളുടെ സ്ഥലമുണ്ട്, കൃഷിയുണ്ട്, അതിന്റെ അടുത്ത് പോയിട്ട് ആടിനെ മേയ്ക്കുക. ഈ ആട് അങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ട്, ഏത് നിമിഷം അങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആടുകളാണ് നമ്മുടെയൊക്കെ കൽബെന്ന് പറയുന്നത്. നമ്മൾ നിയന്ത്രിച്ചാലും ആ നിയന്ത്രണം തെറ്റിച്ച് പുറത്തേക്ക് ചാടാൻ കാത്തു നിൽക്കുന്നതാണ് നമ്മുടെ കൽബ്. അതിനെ കൊണ്ടുപോയി ഹറാമിന്റെ വായിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ സൂക്ഷിക്കുക. പരമാവധി ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, ശുഭഹത്തുകളിൽ നിന്ന്, ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും അകന്നു നിൽക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. ഇതൊക്കെയാണ് നോമ്പിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് സലഫു സാലിഹ്യങ്ങളുടെ ജീവിതത്തിലെ നോമ്പ്. അവരേറ്റവും കൂടുതൽ ചിന്തിച്ചിരുന്ന കാര്യം, അവർ അലട്ടിയിരുന്ന കാര്യം ഇതാ. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, സ്വാലിഹീങ്ങളുടെ ടെൻഷൻ അമലുകൾ വർദ്ധിപ്പിക്കുക എന്നതായിരിക്കുകയില്ല, അമലുകൾ സംരക്ഷിക്കുക എന്നതായിരിക്കും. സാധാരണക്കാര് അമലുകളെ കുറിച്ച് ചിന്തിക്കും. ഞാൻ തറാവീഹ് നിസ്കരിച്ചില്ല, ചിലപ്പോൾ ഫർദിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, തവാത്തീബ് നഷ്ടപ്പെട്ടു. ഇതൊക്കെ സാധാരണക്കാരുടെ ടെൻഷനാണ്. പക്ഷെ ഔലിയാക്കളായിട്ടുള്ള ആളുകൾ, അല്ലാഹുവിനോട് അടുത്ത ആളുകൾ, അവരുടെ വേവലാതി അമലുകൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചായിരിക്കും. ചെയ്ത അമൽ പൊളിഞ്ഞു പോയോ എന്നതായിരിക്കും അവരുടെ ചിന്ത. താൻ ചെയ്ത നോമ്പ്, നമസ്കാരം, തഹജ്ജുദ്, ഇതൊക്കെ തന്റെ അമലുകൾ കൊണ്ട്, തന്റെ നാവ് കൊണ്ട് പൊളിഞ്ഞു പോകുന്നുണ്ടോ എന്നതായിരിക്കും ഇവിടെ ചിന്ത. ഈ 4 കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒന്നാമത്തേത് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം. അത് നമ്മൾ പരിശോധിക്കുക സഹോദരങ്ങൾ. ഉലമാക്കൾ പറയുന്നത് ഖുർആൻ ഓതുമ്പോ നമ്മൾ അതിന്റെ അജ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. ഒരു ഹർഫിന് കൂലിയുണ്ട്, അത് മാത്രം ചിന്തിക്കരുത്. അള്ളാഹുവിന്റെ കലാമാണ് ഞാൻ ഓതുന്നത് എന്നൊരു നിയ്യത്തിന്റെ കൂടെ വെക്കണം. എന്നാലേ ഖുർആൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഓതാൻ സാധിക്കുകയുള്ളൂ. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി. അതിന്റെ ഉദാഹരണം പറയണമെങ്കിൽ തെമ്മാടികളായ ആളുകളുടെ ഒരു ഉദാഹരണം പറയാതെ ശരിക്കും മനസ്സിലാവില്ല. ഹറാമായ പ്രേമബന്ധങ്ങളുള്ള ആളുകളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവരങ്ങോട്ടും എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ അയച്ചാൽ അവരെങ്ങനെയായിരിക്കും അതിനെ കാണുന്നത്? അതിന് കൊടുക്കുന്ന ഒരു സ്ഥാനം എന്തായിരിക്കും? അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവർ എഴുതി വെച്ച എന്തെങ്കിലും ഡയറിയോ കത്തോ ഒക്കെ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക? എത്രമാത്രം സ്നേഹത്തോടെ ആയിരിക്കും നമ്മൾ അതിനെ പരിപാലിക്കുക? അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ് റബ്ബുൽ ആലമീൻ, എല്ലാത്തിന്റെയും സൃഷ്ടാവ്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടവൻ, നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവൻ. അങ്ങനെയുള്ള റബ്ബിന്റെ കലാമാണ്. അതാണ് ഖുർആൻ ഓതുമ്പോൾ വേണ്ട ഒന്നാമത്തെ നിയ്യത്ത്. ചില അസറുകളിൽ കാണാം അള്ളാഹുവിന്റെ കലാമും മനുഷ്യരുടെ കലാമും തമ്മിലുള്ള വ്യത്യാസം, അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഏറ്റവും അഷ്റഫായ, ഏറ്റവും ഉദാത്തമായ, ഉത്കൃഷ്ടമായ സംസാരമാണ് അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്നത് ഖുർആൻ. ആ ഒരു നിയ്യത്തുമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന റബ്ബിന്റെ കലാമാണ്. അവന്റെ കയ്യിലാണ് എന്റെ ജീവൻ. അവന്റെ അനുവാദത്തോടെയാണ് ഓരോ നിമിഷവും ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബോധത്തോടു കൂടി ഖുർആൻ ഓതാം. ഹർഫുകൾക്കുള്ള കൂലി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതാണ് ഈ നിയ്യത്ത്. അതുപോലെ ഖുർആന്റെ ആശയങ്ങൾ പഠിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് തറാവീഹ് നമസ്കാരം, തഹജ്ജുദ് നമസ്കാരത്തിൽ താല്പര്യത്തോടെ പങ്കെടുക്കുക. പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. അതിനെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ വീട്ടിൽ നമസ്കരിക്കുക. പള്ളിയിൽ നമസ്കരിക്കണമെന്ന് നിബന്ധനയൊന്നുമില്ല. ചിലപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ തറാവീഹ് നമസ്കാരമൊക്കെ മുടങ്ങാൻ സാധ്യത. അങ്ങനെ മുടങ്ങുകയാണെങ്കിൽ വീടുകളിൽ ജമാഅത്തായി നമസ്കരിക്കുക. അതിന് പ്രത്യേകിച്ച് കൂലി കുറവൊന്നുമില്ല. ഇമാമിന്റെ കൂടെ സലാം വീട്ടുന്നവരെ നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ തഹജ്ജുദ് നമസ്കരിച്ച പ്രതിഫലമാണ്. അത് പള്ളിയിൽ വേണമെന്ന് പറഞ്ഞിട്ടില്ല. വീട്ടിൽ നമ്മൾ 2 ആളായാലും 3 ആളായാലും ഒക്കെ പ്രതിഫലം ഉണ്ടാവും. പണ്ഡിതന്മാർ പറയുന്നത് ഒരു മുമയ്യിസായിട്ടുള്ള വകതിരിവുള്ള ബുലൂഗത്തണമെന്നില്ല. 10 വയസ്സായ കുട്ടി നമ്മളെ കൂടെ ജമാഅത്തിനുണ്ടെങ്കിലും ജമാഅത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഈ പറഞ്ഞ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോ തറാവീഹിന്റെ കാര്യം അതെങ്ങനെയായിരുന്നു സലഫുകൾ ചെയ്തിരുന്നത് എന്ന കാര്യം നമ്മൾ പറയുകയാണ്. മൂന്നാമത്തേത് കറം, ഔദാര്യം. റമദാൻ മാസത്തിൽ പരമാവധി സ്വതക്കകൾ വർദ്ധിപ്പിക്കുക. സ്വതക്കയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സ്വതക്ക കൊടുക്കുന്നയാളെ ബഹുമാനിച്ചുകൊണ്ട് കൊടുക്കണം. ഇപ്പൊ പലപ്പോഴും സംഘടിതമായിട്ട് മാത്രമാണ് സ്വതക്ക ചെയ്യുക. സംഘടിതമായി സ്വതക്ക ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ നമ്മൾ സ്വന്തമായി സ്വതക്ക ചെയ്യണം. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയതൻ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. രാത്രിയും പകലും സ്വതക്ക ചെയ്യുന്നവരെന്ന് പറഞ്ഞു. അതെന്താണ്? രാത്രിയിൽ എന്തായാലും സംഘടിതമായിട്ട് സ്വതക്ക ചെയ്യൂലല്ലോ. രാത്രിയിൽ ഒറ്റക്കൊറ്റക്കാണല്ലോ സ്വതക്ക ചെയ്യുക.
രാത്രിയും പകലും സദഖ ചെയ്യും. കാരണം നേർക്ക് നേരെ മിസ്കീന്റെ കയ്യിൽ സദഖ കൊടുക്കുമ്പോഴാണ് മിസ്കീനെ നമുക്ക് ആദരിക്കാൻ സാധിക്കുക. അപ്പോഴാണ് സദഖയുടെ രുചി നമ്മൾ അറിയുകയും. സലഫു സാലിഹ്യങ്ങളുടെ ചരിത്രത്തിൽ കാണാം, അവര് ഫിത്ർ സക്കാത്ത് സംഘടിതമായി കൊടുക്കാറില്ല. ഫിത്ർ സക്കാത്ത് ഒറ്റക്കായിരുന്നു കൊടുക്കാറുള്ളത്. അതും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സൗകര്യക്കുറവുണ്ടെങ്കിൽ ഒന്നിച്ച് കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നത് ഒറ്റക്ക് കൊടുക്കുന്നതാണ് ഉത്തമം. എന്തുകൊണ്ടാണ്? ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ അരി നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ച് നോമ്പിന് നേരത്തെ തന്നെ പെരുന്നാളാകുന്നതിന് കുറേ ദിവസം മുമ്പ് തന്നെ കൊടുക്കാനുള്ള ഒരു മിസ്കീനെ നമ്മൾ കണ്ടുപിടിച്ച് അരി നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ച് നമ്മുടെ മക്കളൊക്കെ കൂടെ വിളിച്ചിരുത്തി നമ്മൾ അളന്ന് ഇത് കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ ഈ മിസ്കീനുമായിട്ടൊരു ബന്ധമുണ്ടാകും. പിന്നെ നാളെ അവൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവനെ സഹായിക്കാനുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകും. അല്ലെങ്കിൽ നമ്മോട് ചോദിക്കാം എന്നൊരു തോന്നൽ അവന്റെ മനസ്സിലും ഉണ്ടാകും. ഇങ്ങനെ പണമുള്ളവരും മിസ്കീന്മാരും നമ്മളൊരു ബന്ധമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് സലഫുകൾ ഒറ്റക്കൊറ്റ കൊടുത്തിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതാണ് നല്ലത്. അപ്പോൾ സദഖ ചെയ്യുമ്പോഴും ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ വേദനിപ്പിക്കാതെ അവരെ ഒരു ഔദാര്യം ചെയ്തതുപോലെയുള്ള ഭാവം കാണിക്കാതെ ബഹുമാനത്തോടുകൂടി നമ്മൾ കൊടുക്കുന്നത് കുറവാണ് എന്ന ചിന്തയോടുകൂടി സദഖ ചെയ്യുക. ഇതാണ് മൂന്നാമത് പറഞ്ഞത്. നാലാമത് നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, അത് നോമ്പാണെങ്കിലും ഏത് അമലാണെങ്കിലും മാസിയത്തുകൾ കാരണം അതിന്റെ പ്രതിഫലം കുറഞ്ഞു പോകും. നോമ്പിന്റെ കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലത്തിൽ കുറവ് വരാതെ പരമാവധി സൂക്ഷിക്കുക. ഏതായാലും നമ്മൾ നോമ്പ് നോൽക്കുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടുന്ന രൂപത്തിൽ ചെയ്താൽ അതാണ് നമുക്ക് ലാഭം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നോമ്പിന്റെ പ്രതിഫലം കുറച്ച് കളയുന്ന നാവ് കൊണ്ടും കണ്ണുകൊണ്ടുമുള്ള മാസിയത്തുകൾ, അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സറു മാ യുദ്ഖിലു الناس النار, ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് അൽഫമു വൽ ഫർജ്, നാവും ലൈംഗികാവയവം. ലൈംഗികാവയവം എന്ന് പറഞ്ഞാൽ കണ്ണാണ് അതിന്റെ തുടക്കം. കണ്ണ് വഴിയാണ് വിചാരത്തിലേക്ക് എത്തുന്നത്. അതുപോലെ നാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാക്കാണ്. അപ്പൊ ഇതിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ അമലുകൾ അത് ചെയ്യുന്നതിന്റെ പുറമെ അത് സംരക്ഷിക്കാനുള്ള ഒരു മനസ്സുകൂടി, അതിനുവേണ്ടിയുള്ള ഒരു ശ്രദ്ധ കൂടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പള്ളികളിൽ മസ്ജിദുകളിൽ ഇതുപോലെ ഇനിയും ഒരുമിച്ച് കൂടിയിരുന്ന് അവന്റെ ദീനിനെ കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ എവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പ് ഈ റമദാനും വരാനിരിക്കുന്ന ഫർദും സുന്നത്തുമായ എല്ലാ നോമ്പുകളും പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടി അവൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനഹ വഖിനാ അദാബൻ നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.